നമസ്കാരം. മീഡിയ ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് തദ്ദേശപ്പോര് അങ്ങനെ മുറുകുകയാണ്. പാർലവും വല്ലച്ചിറയും കടന്ന് ചേർപ്പിലെത്തി നിൽക്കുകയാണ്. ഇന്ന് ചേർപ്പ് പഞ്ചായത്തുമായിട്ടാണ് തദ്ദേശപ്പോര് തുടങ്ങുന്നത്. തദ്ദേശപ്പോരിലേക്ക് മൂന്ന് പാർട്ടിയുടെ വ്യത്യസ്ത പാർട്ടിയുടെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് അതിന് നേതൃത്വ നിലയിലുള്ള ആളുകൾ നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം സാർ. LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് PK ലോഹിതാക്ഷൻ അവർകളാണ് ചേരുന്നത്. സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്രയും സമയം നിറഞ്ഞ ഹരിപ്രസാദാണ് ചേരുന്നത്. സ്വാഗതം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുപക്ഷെ രാഷ്ട്രീയം കേരളം ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്തിൽ നാടകീയ രംഗങ്ങൾക്ക് മുഹൂർത്തങ്ങൾ വഹിച്ച പഞ്ചായത്താണ്. നിലവിലെ ഇനിയൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോഴും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നതാണ്. ജില്ലയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്ത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചേർപ്പ് ഒരു ക്ഷേത്ര നഗരിയിൽ തന്നെ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു ഭരണ നേട്ടങ്ങൾ ഒരു വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ഏതെല്ലാം തരത്തിൽ സ്വാധീന ഘടകങ്ങളായി മാറാം? കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ബിജോട്ട എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രാഥമികമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട വിഷയം. തീർച്ചയായിട്ടും ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു സാഹചര്യങ്ങളും കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. ശരി, നമുക്കറിയാം, ഒരു കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF സംവിധാനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത്. 10 അംഗങ്ങളുടെ ബലത്തിലാണ് കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്നതെങ്കിലും കഴിയാവുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ പറയത്തക്ക ഒരു സഹകരണമൊന്നുമില്ലാതെ കഴിയാവുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പൂർണ്ണമായിട്ടും വിജയമായിരുന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഈ അംഗനവാടി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ നവീകരണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണമൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുവാൻ, ഒരു പുതിയ ഹോമിയോ ഡിസ്പെൻസറി കൊണ്ടുവരുവാൻ ഒക്കെ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ജനങ്ങൾ വിലയിരുത്തും. അത് കോൺഗ്രസിനും UDF-നും അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. LDF-നെ പ്രതികരിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് UDF-നെ പ്രതികരിച്ചത്. എങ്ങനെയാണ് LDF-ന്റെ ഒരു കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതൊരു വോട്ടായി മാറുന്ന ഘടകം എന്താണ് നിലവിലുള്ള 5 വർഷത്തെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങയുടെ വിലയിരുത്തൽ? കഴിഞ്ഞ 5 വർഷത്തെ ഭരണനേട്ടം എന്ന് പറയാൻ UDF-ന് ഒന്നും തന്നെ ഇല്ല. MLA ഫണ്ട് ഉപയോഗിച്ച് 1-2 അംഗനവാടികൾ പുനർനിർമ്മിച്ചു. MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരെണ്ണം നിർമ്മിച്ചതിൻ്റെ കഥ ഇപ്പോഴും നാട്ടിൽ പാട്ടാണ്. കാരണം പടിഞ്ഞാറ്റിൽ നിർമ്മിച്ച കെട്ടിടം ചോർന്നൊലിക്കുന്നു. തന്നെയല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്രയും നല്ലൊരു പട്ടണ പഞ്ചായത്ത് തൃശ്ശൂരിലെ തനത് വരുമാനമുള്ള ഒരു വലിയ പഞ്ചായത്താണ്. ആ വിസ്തൃതം കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഏറ്റവും മികവുറ്റ ജില്ലയിലെ 86 പഞ്ചായത്തുകളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും നന്നായി വരേണ്ട ഒരു പഞ്ചായത്ത് ചേർപ്പായിരുന്നു. പക്ഷേ ഭരണപരമായ പിടിപ്പുകേടെന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഒരു അധികാരത്തെയും ഇവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭ്യമാക്കാൻ ഇവർ ഒരു ഇടപെടൽ നടത്തില്ല. MLA ഫണ്ടിന് വേണ്ടി ഒരു നടപടിയും ഇവർ ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ 7 കോടി ഉറുപ്പിക കൊല്ലം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് കിട്ടുന്ന പണം അത് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനം എന്ന പേരിലല്ലാതെ നാട്ടിൽ ഒരു രംഗത്തും നമുക്ക് നോക്കിയാൽ ഒരു വികസനം, ഒരു സിമ്പൽ ഞങ്ങളുടെ UDF ഭരണകാലത്ത് ഇന്നത് ഞങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയാൻ ഈ UDF ഭരണം കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് ഒന്നും തന്നെ ഇല്ല. ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചേർപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോബിയേട്ടൻ ആദ്യം ചോദിച്ച ബഹുമാന്യനായിട്ടുള്ള UDF-ന്റെ പ്രതിനിധിക്ക് 5 വർഷം നടത്തിയ വികസന പ്രവർത്തനം 30 സെക്കൻഡിൽ പറയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വികസനത്തിന്റെ നേർക്കാഴ്ച. ചുരുക്കി പറഞ്ഞതാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പോയിന്റ് അംഗനവാടികൾ വരുമായിരിക്കാം, ഒരുപക്ഷെ വരുമായിരിക്കാം. അപ്പം നമ്മൾ അതിനുള്ള മറുപടി പറയാം. ഇപ്പോൾ ലോഹിതാക്ഷേട്ടൻ പറഞ്ഞ പോലെ അംഗനവാടികൾ, 8ാം വാർഡിൽ അംഗനവാടി, അത് മജിസ്ട്രേറ്റ് ഗോപാലേട്ടൻ്റെ മോൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പണിത് കൊടുത്തു. അത് ഇവരുടെ ക്രെഡിറ്റിൽ വയ്ക്കുക.
പ്രതാപൻ 25 ലക്ഷം മറ്റേ രൂപ കൊടുത്ത് പണിത് അംഗനവാടി ചോർന്നൊലിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടിലെ കൃഷ്ണേട്ടൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു അംഗനവാടി പണിത് 6 മാസത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഷീറ്റ് ഇടേണ്ട അവസ്ഥയിലേക്ക് അത് മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റേ എടുത്തു പറയത്തക്ക ഇപ്പം അദ്ദേഹം പറഞ്ഞത് മറ്റൊരു പോയിന്റ് പറഞ്ഞത് മറ്റേ ഹെൽത്ത് സെൻ്ററുകൾ നവീകരിച്ചു. നിങ്ങൾ മീഡിയ ഫോറിനൊക്കെ സഞ്ചരിച്ചാൽ കാണാം, പാറക്കോവിലൊരു ഹെൽത്ത് സെൻറ്റർ നവീകരിച്ചിട്ടുണ്ട്. ഊരകത്തൊരു അതിൻ്റെ മുകളിലൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് ആ പേര്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഹെൽത്ത് സെൻ്ററുകൾ കൃത്യമായിട്ട് നവീകരിച്ചതിന് ശേഷം പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് അതൊക്കെ ഇവിടുത്തെ ഭരണ നേട്ടമായിട്ട് അവതരിപ്പിക്കേണ്ട ഗതികേടിലേക്ക് UDF ഇവിടെ പോയി എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വർഷത്തിൽ പറയത്തക്ക ഒരു സിമ്പിൾ ഒരൊറ്റ പ്രൊജക്റ്റ് പോലും ചേർപ്പിൽ നടപ്പാക്കാൻ സാധിക്കാത്ത മുന്നണിയുമാണ് ഭരണവുമാണ് ഇവിടെ 5 വർഷം കഴിഞ്ഞു പോയത്. പിന്നെ രാഷ്ട്രീയ അസ്ഥിരതയെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഉണ്ടായ കാലം തൊട്ടിട്ട് UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ അതായത് ശ്രീമാൻ K കരുണാകരൻ DIC രൂപീകരിച്ച് മാറിയ കാലഘട്ടം ഒഴിച്ച് ചേർപ്പിലെ സകല സമയത്തും ഇവിടുത്തെ ഭരണം കൈയാളിയിട്ടുള്ളത് UDF ആണ്. അപ്പം ചേർപ്പിൻ്റെ വികസന മുരടിപ്പിന് ഒരൊറ്റ ഉത്തരവാദിയുള്ളൂ, അതൊരു സിമ്പിൾ വാക്കിൽ പറയാം, അത് UDF ആണ്, ഇവിടുത്തെ കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിൻ്റെ വിഷൻ ഇല്ലായ്മയാണ്. ശരി, ഞാൻ തിരികെ വരാം. അടുപ്പിച്ച് കൊണ്ടുപോകാം. അതുകൊണ്ട് ചേർപ്പ് പഞ്ചായത്തിൻ്റെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട ഹരി അടക്കം ലോകദാസേട്ടനടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അന്നൊക്കെ വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയതാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ചേർപ്പ് മാർക്കറ്റാണ്. ചേർപ്പ് മാർക്കറ്റ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? 2, അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാള്. ഇതെല്ലാം ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ 2 വിഷയങ്ങൾ മാത്രം എടുത്ത് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ചേർപ്പ് മാർക്കറ്റിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചോ? ചേർപ്പിൻ്റെ കല്യാണ മണ്ഡപം ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ്. അവിടെ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? ചോർന്നൊലിക്കുന്ന ഒരു കല്യാണ മണ്ഡപം മാത്രമാണെന്നാണ് പൊതുജനത്തിൻ്റെ ഭാഷ്യം. ഞങ്ങളുടെ ഭാഷ്യമല്ല, പൊതുജനത്തിൻ്റെ ഭാഷ്യം. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ച് ഏറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒരു കേവല ഭൂരിപക്ഷമില്ലാത്തൊരു ഭരണസമിതിയായിരുന്നു ചേർപ്പിലെ അധികാരത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 പ്രതിപക്ഷ കക്ഷികളെ നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ഭരണസമിതി കാലത്തുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് 1,30,00,000 രൂപയ്ക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുകയും പിന്നീട് ഭരണസമിതിയിൽ തന്നെ അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും പിന്നീട് അത് റിവൈസ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഒരു ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പഴയ പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ പഞ്ചായത്ത് ഭരണത്തോടൊപ്പം പ്രതിപക്ഷ അംഗങ്ങളും അണിനിരന്നിരുന്നെങ്കിൽ ഈ സമയത്തിനകം അതിൻ്റെ പണി കഴിയുമായിരുന്നു. അതിൻ്റെ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്ഷൻ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീണ്ടുപോയി. അവസാനം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നടപ്പാക്കാൻ പറ്റാതെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലോകദാസേട്ടന് അറിയാം, ഈ പഞ്ചായത്തിന്റെ MLA-യുടെ ഫണ്ട് ഇതിൽ എസ്റ്റിമേറ്റ് പോലും എടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? അല്ല, ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പ്ലാനൊക്കെ തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. MLA വളരെ കാലമായിട്ട് അതിനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അത് നടപ്പിലാക്കുവാനോ അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാനോ ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ് തലത്തിലോ MLA തലത്തിലോ ശ്രമമുണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ചേർപ്പിൻ്റെ 2-3 വാർഡുകളുണ്ട്. ഓരോ മഴക്കാലങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ഭാഗങ്ങൾ, എയർപോർട്ട് കനാലിൻ്റെ ഭാഗങ്ങളോട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളപ്പൊക്ക ദുരിതമായ പ്രദേശങ്ങളാണ്. ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാനത്ത മഴക്കാർ വരുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അഭയം പ്രാപിക്കേണ്ട ചില വാർഡുകാർ ഇപ്പോഴുമുണ്ട്. അവർക്കൊക്കെ എന്ത് പ്രവർത്തനങ്ങളിലൂടെ ഈ ഒരു ഇതിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് പഞ്ചായത്ത് കഴിച്ചു? അല്ല, ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കറിയാം, നമ്മുടെ തെക്കൻ മേഖലകളിൽ പെട്ടുമന ഉൾപ്പെടെ കരുവന്നൂർ ഉൾപ്പെടെയൊക്കെ മേഖലകൾ വളരെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴ രൂക്ഷമാകുന്ന സമയത്ത് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളക്കെട്ട് സാധാരണമാണ്. അവിടങ്ങളിലൊക്കെ ബണ്ടും അതുപോലെയുള്ള ഒട്ടേറെ പദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും
അതൊന്നും പൂർണ്ണമായ തോതിൽ പര്യാപ്തമല്ല എന്ന് ഓരോ വർഷം കഴിയുന്നതോറും തെളിയും. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം, അതിനുശേഷം 2019 ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം, അതിനുശേഷം മഴക്കാലം, നമുക്കറിയാം കാലാവസ്ഥയിൽ തന്നെയുള്ള വ്യതിയാനം, അതിനനുസൃതമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കും തർക്കമില്ല. അപ്പോൾ അത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും വെള്ളക്കെട്ട് ഭീഷണിയുണ്ട്. അത് നേരിടാൻ ഇനിയും പഞ്ചായത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് MLA-യുടെ പ്ലാൻ ഫണ്ട് അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇതിന്റെ തടസ്സവാദികളെ? എന്തുകൊണ്ടാണ് ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് UDF ആരോപിക്കുമ്പോൾ അതിനൊരു പ്രതിരോധം എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ പൂർണ്ണമായ പിന്തുണ മാർക്കറ്റ് വിഷയത്തിൽ കൊടുത്തൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ മുന്നണി. പക്ഷെ അവിടെ വന്ന വിഷയം അതല്ല. അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കാനോ അതിനുവേണ്ടി സമയം കണ്ടെത്താനോ UDF-ന്റെ പ്രസിഡന്റിനോ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. MLA വിളിച്ച യോഗത്തിൽ ഞാനടക്കം പങ്കെടുത്തതാണ്. ശരി. അന്ന് ആ യോഗത്തിൽ പഞ്ചായത്തിൻ്റെ ഹാളിൽ യോഗം വിളിച്ചു, വിവിധ ജനപ്രതിനിധികളെ യോഗം വിളിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളും വിളിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇല്ലില്ല, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? പിന്നെ അതാണ് മനസ്സിലാവാത്തത്. പ്രതിഷേധിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചല്ലോ. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു മാർച്ച് നടത്തി. 2 തവണ ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഒന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളും മാർക്കറ്റും, 2 ഈ 12, 14, 16 അങ്ങനെ തുടങ്ങി 4-5 വാർഡുകളിലെ വെള്ളക്കെടുതി. ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താനും അവർക്ക് വേണ്ട ഒരു കെയർ ഹോം നിർമ്മിച്ചു കൊടുക്കാൻ സ്ഥലം പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്ത് പഞ്ചായത്ത് ഭൂമിയുണ്ട്. അവിടെ നമുക്ക് 10, 20, 30 വീടുകൾ ഒരേ സമയത്ത് വെള്ളം കയറുമ്പോൾ വന്ന് താമസിക്കാനുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു 50 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടായി കിട്ടും. അതിന് നല്ല ശതമാനം സംഖ്യ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് വിവിധ പഞ്ചായത്തിൽ കൊടുത്തല്ലോ, ഇവിടെ മാത്രം കൊടുക്കാതില്ല. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്തിലും DPC-യിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഞങ്ങളുടെ അടുത്താണല്ലോ വരേണ്ടത്. ഒരു ഫയൽ പോലും ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മറിച്ച് MLA ആണ് ഞങ്ങളെ സമീപിക്കുകയും MLA പറഞ്ഞു, അന്ന് ഗീതാഗോപിയാണ് ആ ഘട്ടത്തിൽ വന്ന് പറഞ്ഞു ഇന്ന കാര്യം. ഒന്ന് അവർ വളരെ നല്ല സ്ത്രീയാണ്. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദേവനഗരാണ്, പെരുവനം ക്ഷേത്രം ഉൾപ്പെടെ. അന്ന് അവർ പറഞ്ഞ ഭാഷ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാർക്കറ്റ് ടു പെരുവനം ക്ഷേത്രം വരെ നല്ല പേർ മോഡൽ നമുക്ക് കെട്ടി സംരക്ഷിച്ച് സ്റ്റീലിൻ്റെ റോഡൊക്കെ ഇട്ട് ഭക്തർക്കും അത്യാവശ്യം ആളുകൾക്കൊക്കെ സുഖസഞ്ചാരമായി നടക്കാനുള്ള പാത നിർമ്മിക്കാം. അതിനുവേണ്ടി യോഗം വിളിച്ചു അവർ. ആ യോഗത്തിലും കോൺഗ്രസ് ഇതിനെക്കുറിച്ച് എന്താ പറയുക, യോഗത്തിൽ വന്ന് പങ്കെടുത്തു എന്നല്ലാതെ പിന്നീട് ഈ കാര്യങ്ങളിൽ യാതൊരു താല്പര്യം അവർക്കില്ല. ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വേണ്ട ഈ കമ്മ്യൂണിറ്റി ഹാൾ വിഷയത്തിൽ ഞങ്ങൾ വളരെ നല്ല പിന്തുണ കൊടുത്തവർക്ക്. നിങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൂ, പാർട്ടി പൂർണ്ണമായി പിന്തുണയ്ക്കും. എന്നാൽ തയ്യാറാക്കിയെന്നറിയോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ 1 കോടിയുടെ എസ്റ്റിമേറ്റുമായിട്ട് ലാസ്റ്റ് പഞ്ചായത്ത് യോഗത്തിൽ, ആ പഞ്ചായത്തിലെ ഒരു യോഗത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് DPC-ക്ക് കൊടുക്കാൻ കഴിയില്ല. എല്ലാ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് ഇറക്കാൻ വേണ്ടി 1 കോടി ഉൾപ്പെടെ എസ്റ്റിമേറ്റുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ വരിക. പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മെമ്പർമാർ ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇത് ഇലക്ഷന് നോട്ടീസ് അടിച്ചിറക്കാണ് ഞങ്ങൾ ശ്രമിച്ചു എന്ന്. അതുകൊണ്ട് അതും ഒരു നടപടി എടുക്കാൻ കഴിയുന്നൊരു കാലയളവ് വേണ്ടേ? ഇത് പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി DPC-ക്ക് കൊടുക്കാൻ ആ കാലയളവ് ഇല്ലാത്ത സമയത്ത് ഒരു കാപഢ്യമായ എന്താ ഒരു രാഷ്ട്രീയ വഞ്ചന എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഭരണപരമായ ഒരു പിടിപ്പുകേട്, ഇതൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. യാതൊരു കാര്യത്തിലും ഒരു ശുഷ്കാന്തി എന്ന് പറയുന്നത് ആ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരു നല്ല കാര്യത്തിന്മേ അവിടെ ഇപ്പോൾ BJP-യുടെ ആൾ പിടിക്കണ്ടല്ലോ, എതിർത്തിട്ടില്ല, ഞങ്ങൾ എതിർത്തിട്ടില്ല. ഈ വിഷയങ്ങളിലൊക്കെ ഒന്ന് BJP അവിടെ ഏതെങ്കിലും വിഷയത്തിൽ സമരം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരു പ്രതിഷേധം ഉണ്ടായില്ല. പ്രതിഷേധം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ 2 വിഷയമാണ് നമ്മൾ ചർച്ച കൊണ്ടിരിക്കുന്നത്. ഒന്ന് മാർക്കറ്റാണ്, ഒന്ന് കമ്മ്യൂണിറ്റി ഹാൾ. ഈ കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവസാനത്തെ, അതായത് ഇപ്പോൾ ലോഹിതാക്ഷേട്ടൻ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് 2 മീറ്റിംഗ് മുമ്പ് രാത്രി 10 മണിക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അജണ്ട ഷെയർ ചെയ്യുന്നത്. ഈ അജണ്ടയിൽ എനിക്ക് തോന്നുന്നു 13ാമത്തെ വിഷയമായിട്ട് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണത്തിന് എഗെയിൻ 33 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി വെക്കുകയാണ്. അതിനു മുമ്പ് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു എക്സ്പെൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 60 ലക്ഷം രൂപയോളം അതിന് വേണ്ടിയിട്ട് ചിലവാക്കി കഴിഞ്ഞു. അവിടുത്തെ പല ആൾക്കാരും പറയുന്നത് അതിൻ്റെ മുകളിലിട്ട ഷീറ്റിന് ഉള്ളിത്തോല് അതിനേക്കാൾ കനമുള്ള ഷീറ്റാണെന്നാണ്. ചോർന്നൊലിക്കുക എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അവിടെ പോയി കാണാം. ആ സ്ട്രക്ചറിൽ ഇനിയും നവീകരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്രായോഗികമാണ്. വീണ്ടും നമ്മൾ എന്താ പറയുക, കടലിൽ കായം കലക്കുന്ന പോലത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ അത്തരം ഒരു അജണ്ട വന്നു. ആ അജണ്ട ചർച്ച ചെയ്യുന്ന സമയത്ത് BJP-യുടെ എല്ലാ മെമ്പർമാരും
അവിടെ ലഭ്യമായിട്ടുള്ള 4 മെമ്പർമാരും അത് കൃത്യമായിട്ട് പഞ്ചായത്ത് സമിതിയിൽ എതിർക്കുകയും വാക്കൗട്ട് നടത്തുകയും പുറത്ത് സമരം ചെയ്യുകയും ചെയ്തു. കൃത്യമായിട്ട് പ്രതിഷേധക്കുറിപ്പ് ഈ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്ന സംവിധാനത്തെ ഇനിയും നവീകരണ വസ്തുവാക്കി നിർത്താതെ അത് ഇനിയൊരു റീബിൽഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റാതെ ഇനി അത്തരത്തിലുള്ളൊരു നടപടിയായിട്ട് മുന്നിലോട്ട് പോകരുത് എന്ന് പറഞ്ഞ് കൃത്യമായ വിയോജനക്കുറിപ്പ് പഞ്ചായത്തിൽ കൊടുത്ത ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. മീഡിയ 4 അടക്കമുള്ള ഇവിടുത്തെ ലോക്കൽ ചാനലുകൾ ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ വിഷയം എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് ചർച്ച ചെയ്ത സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അതിപ്പോൾ LDF ആയിക്കോട്ടെ NDA ആയിക്കോട്ടെ കൃത്യമായിട്ട് അവിടുത്തെ ഇപ്പം ഞങ്ങളുടെ പ്രതിനിധി ജിജി പെരുവനം, അതുപോലെ തന്നെ LDFന്റെ പ്രതിനിധി പ്രജിത്തൊക്കെ കമ്മ്യൂണിറ്റി ഹാളിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് നവീകരിക്കുന്നതിന്, നവീകരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എക്കോ വിഷയമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിർമ്മിച്ച കാലം മുതൽക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആ ബിൽഡിങ്ങിൽ 60 ലക്ഷം ചിലവാക്കി വീണ്ടും നവീകരിച്ച് ഇനിയും 30 ലക്ഷം ചിലവാക്കി നവീകരിച്ച് അത്തരത്തിലുള്ള ഒരു അഴിമതി നടത്താൻ നമ്മൾ ഇനി NDA സഖ്യം BJP അനുവദിക്കില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് അത് ഡിമോളിഷ് ചെയ്ത് പുതിയ ആധുനികമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രൊപ്പോസലുമായിട്ട് മുന്നിലോട്ട് വരൂ, ഞങ്ങൾ കൂടെ നിൽക്കാമെന്നാണ് 2 പ്രതിപക്ഷവും. ഞാൻ ഇപ്പോൾ അതിൽ LDFനെ ചേർത്തി പറയല്ല, 2 പ്രതിപക്ഷവും അത്രയൊരു നിലപാട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടത്തെ വിഷയം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചില്ലേ, 50 വർഷത്തിലേറെയായിട്ട് ഈ പറയുന്ന വെള്ളപ്പൊക്കമുണ്ട്. 12-ാം വാർഡിൽ പ്രശ്നമുണ്ട്. ലോഹിയേട്ടൻ്റെ സ്ഥലമാണ്, ലോഹിയേട്ടൻ അറിയാം. 13-ലുണ്ട്, അതുപോലെ തന്നെ 16-ലുണ്ട്, 17-ല്, 18-ല്, 15-ല്, 19-ന്റെ ഒരു ചെറിയ ഭാഗത്ത്, അങ്ങനെ 7-8 വാർഡിനെ ബാധിക്കുന്ന വലിയൊരു വിഷയം. ആ ഒരു വിഷയത്തിന് അത് തീർക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു റിസല്യൂഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും 50 വർഷമായിട്ട് എടുക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 50 വർഷമായിട്ട് ഈ ഒരു പഞ്ചായത്ത് സമിതിനെ പറ്റിയിട്ടോ അതിന് മുമ്പത്തതിനെ പറ്റിയിട്ടോ അല്ല പറയുന്നത്, 50 വർഷമായിട്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി പറയണം എന്ത് സ്റ്റെപ്പാണ് ആ മേഖല, എട്ടുമല, പണ്ടാരച്ചിറ, തോപ്പ്, മുത്തുളിയാൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലുള്ള, മുത്തുളിയാലിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു 5 വർഷം പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ തോപ്പ് മേഖലയിൽ ഇപ്പോഴും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടോളം വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് 10 നമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. മാർക്കറ്റിന്റെ വിഷയത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് മാർക്കറ്റ്. ഇപ്പോഴും ചർച്ച ചെയ്യാം. അതിന് മുമ്പത്തെ 5 വർഷം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് കഴിഞ്ഞ വർഷം അന്നത്തെ പ്രതിനിധീകരിച്ച് CK വിനോദ് പറഞ്ഞിരുന്നു. അതായത് CK വിനോദായിട്ട് സംസാരിക്കുമ്പോഴും ഭാഗ്യവശാൽ 3 ടേമായിട്ട് BJPനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് ഞാനാണ്. CK വിനോദ്, അതിനു മുമ്പ് റഷീദ് ഖാൻ, നമ്മളെ വിട്ടുപോയ റഷീദ് ഖാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവര് അതിശക്തമായിട്ട് ഈ മീഡിയ 4ന്റെ ഫ്ലോറിൽ അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ചേർപ്പില പഞ്ചായത്ത് യാഥാർത്ഥ്യം 15 വർഷമായി. ഇനിയും വർഷങ്ങൾ പോകുന്നല്ലാതെ UDFനോ ഇവിടുത്തെ ഭരണസമിതിക്കോ സാധിക്കില്ല. ചേട്ടാ, ഇപ്പൊ ഇവിടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ഷെൽട്ടർ ഹോം പണിയുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. JBS സ്കൂളിലാണ് ഇതിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് പ്രവർത്തനം തുടങ്ങുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ കുട്ടികൾക്ക് അവരുടെ അധ്യയനത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ആയിട്ടൊരു ഷെൽട്ടർ ഹോം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാനൊക്കെ ആയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നു. അത് എവിടെ നിൽക്കുന്നു? ഏതായാലും UDFന്റെ ഭരണസമിതി മാർക്കറ്റിന്റെ കാര്യത്തിലായാലും ഹാളിൻ്റെ കാര്യത്തിലായാലും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് 2 പ്രതിപക്ഷ പ്രതിനിധികളും സമ്മതിക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചോ ഇല്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുള്ളൂ. ഏതായാലും മാർക്കറ്റിൻ്റെ കാര്യം, ഹാളിൻ്റെ കാര്യത്തിലും ഏറ്റവും അവസാനം പ്ലാനും തയ്യാറാക്കി കൊടുത്തു. അതിനു മുമ്പ് തയ്യാറാക്കിയ പ്ലാനുകൾ അംഗീകാരമില്ലാതെ മടക്കേണ്ടി വന്നു, ചില സാങ്കേതികത്വം പറഞ്ഞ് മടക്കേണ്ടി വന്നു. പ്രതിപക്ഷ കക്ഷികൾ തന്നെ അതിനെ ശക്തമായിട്ട് എതിർത്ത് മടക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിന് ശേഷമാണ് അവസാനം അതിൻ്റെ പ്ലാനായിട്ട് പോകേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഷെൽട്ടർ ഹോമിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു ആശയം പുറത്ത് വന്നിട്ടുള്ളത്. ആദ്യമൊന്നും അങ്ങനെ ഒരു ആശയമേ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന തലത്തിൽ തന്നെ വെള്ളപ്പൊക്ക സമയത്ത് അവരെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അനുവദനീയമായ മറ്റു സ്ഥലങ്ങളിലോ പാർപ്പിക്കുക എന്നല്ലാതെ ഒരു ഷെൽട്ടർ ഹോം എന്ന് പറയുന്ന പദ്ധതി അടുത്ത കാലത്ത് മാത്രം സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചുള്ള പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും അത് പ്രാവർത്തികമാക്കുമുണ്ടാകുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ അതിൻ്റേതായിട്ട് സമയമെടുക്കും. ചേർപ്പ് പഞ്ചായത്ത് തീർച്ചയായിട്ടും ഈ മേഖലകളിൽ ഒരുപക്ഷെ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ ഏരിയയൊക്കെ. നമുക്കറിയാം കാർഷിക നെൽപ്പാടങ്ങളുടെ ഒരു ഏരിയയാണ് ഈ പറയുന്ന ഏരിയകളൊക്കെ. അവിടെ അപ്പോൾ ആ നെൽകൃഷിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വേണം ഇത്തരം പദ്ധതികൾ തയ്യാറാക്കാനായിട്ട്.
സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു സജഷൻ എന്ന നിലയിൽ ഷെൽട്ടർ ഹോം അത് നിർമ്മിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയം തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് അനുവദിച്ച് നൽകേണ്ടതാണ്. ഒരു സ്വാഭാവികമായ സമയം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഈ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പല വാർഡുകളുമുണ്ട്. വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്കറിയാം, ഫെബ്രുവരി മാസം മുതൽ ഞങ്ങൾ നിരന്തരം വാർത്തകളിലൂടെ നിറയ്ക്കുന്ന പല വാർത്തകളിലും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ആ കുടിവെള്ളക്ഷാമത്തിന് എന്ത് പദ്ധതിയിലേക്ക് വന്നു? രണ്ടാമത് നമ്മുടെ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? സമ്പൂർണ്ണ തെരുവ് വിളക്ക് പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു? സമ്പൂർണ്ണ തെരുവ്, ഞാൻ അവസാനം പറഞ്ഞ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പദ്ധതി ഏതാണ്ടൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കോൺട്രാക്ട് എടുത്ത ആളുകളുടെ വീഴ്ച മൂലം പല സ്ഥലത്തും അതിന് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിനാവശ്യമായ നടപടികളൊക്കെ പഞ്ചായത്ത് സമയാസമയം എടുക്കുന്നുണ്ട്. ചിലർ കോൺട്രാക്ട് എടുത്തതിന് ശേഷം പിന്മാറുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് UDFൻ്റെ അവകാശവാദം. ആ അവകാശവാദം സ്ഥാപിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ രണ്ടാമത് കുടിവെള്ള പദ്ധതിയാണ് പറഞ്ഞത്. കുടിവെള്ള പദ്ധതി പൂർണ്ണമായിട്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരപരിധിയിൽ മാത്രം വരുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ പഞ്ചായത്തിന് കഴിയാവുന്ന രീതിയിലുള്ള പൈപ്പ് വിതരണം, കുടിവെള്ള വിതരണമൊക്കെ നടത്താൻ ചേർപ്പ് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കൊക്കെ കുടിവെള്ളം ഈ 5 വർഷത്തിനകം കൊടുക്കാനായിട്ട് സാധിച്ചു. കൃത്യമായ കണക്ക് പഞ്ചായത്തിൽ അതൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ പൂർണ്ണമായ തോതിൽ 100% കുടിവെള്ള പദ്ധതി തൃപ്തികരമായി നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹകരണമില്ലാതെ ഒരു പഞ്ചായത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു പദ്ധതിയൊന്നും സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കി ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിന് നൽകിയതായിട്ട് ഈ 5 വർഷത്തിനകം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പോരായ്മ ഒഴികെ കുടിവെള്ള പദ്ധതി വിതരണ പദ്ധതി മേഖലയിൽ ചേർപ്പ് പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം എന്ന് തന്നെയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അനങ്ങാത്ത ഒരു പഞ്ചായത്തുണ്ടെങ്കിൽ ചെറുപ്പ് പഞ്ചായത്താണ്. ഇത് പറയാൻ കാരണം വെച്ചാൽ തനത് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും. ഉയർന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ ടാങ്കുകൾ നിർമ്മിച്ചു. പല്ലച്ചറ ഞാനത് കണ്ടിട്ടുള്ളതാണ്. ടാങ്ക് നിർമ്മിച്ച് ആ ടാങ്കിലേക്ക് വെള്ളം കൊണ്ടുവന്ന് അവിടെ നിന്ന് പമ്പ് ചെയ്യുക. ഇതിപ്പോൾ താഴ്ന്ന സ്ഥലത്ത് നിന്ന് പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പമ്പുകൾക്ക് ലോഡ് വരുമ്പോൾ പമ്പ് പൊട്ടുന്ന പ്രവണതയാണ് പലയിടത്തും കാണുന്നത്. ഒന്ന് കൂട്ടാൻ പറഞ്ഞ് നമ്മൾ എഞ്ചിനീയറെ വിളിച്ചാൽ എഞ്ചിനീയർ പറയും കൂട്ടി ചൊവ്വൂർക്ക് വെള്ളം കയറുമ്പോഴേക്കും പൂച്ചിൻ്റെ പടത്ത് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് തനതായൊരു പദ്ധതി ഉണ്ടാക്കാൻ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇവരങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. 2-4 വാർഡുകൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ തിരുവള്ളക്കാവ്, ചൊവ്വൂർ അത്തരം പ്രദേശങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് വെള്ളം സാധാരണ പൈപ്പിൽ നിന്ന് തന്നെ വെള്ളത്തിനെ കളക്ട് ചെയ്ത് വേറെ പമ്പിങ് സ്റ്റേഷൻ കൊണ്ടുവന്നാൽ ഈ കുടിവെള്ള പദ്ധതി പരിഹരിക്കാൻ പറ്റും. നിസ്സാര വാർഡുകളിലെ ഈ പ്രോബ്ലം ഉള്ളൂ. അത് വലിയ പ്രോബ്ലമാണ്. ഇപ്പോൾ ചൊവ്വൂർ പോലുള്ള പ്രദേശം, പാറക്കോവിൽ പോലുള്ള പ്രദേശമൊക്കെ 3-4 മാസം അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നുണ്ട്. അതിന് ഒരു പദ്ധതി ഉണ്ടാക്കാൻ സമർപ്പിക്കാൻ കഴിയാത്തൊരു പഞ്ചായത്താണ് പറഞ്ഞ ഭരണപരമായ പിടിപ്പുകേട്. റോഡുകളുടെ അവസ്ഥ റോഡുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇത്ര തന്നെ വരുമാനമില്ലാത്ത പഞ്ചായത്താണ് ചാഴൂർ പഞ്ചായത്ത്. ഒരുപാട് റോഡുകൾ അവിടെ തകർന്നു പോയി. കാരണം ഈ ഗുരുവായൂർ ആ പദ്ധതിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പദ്ധതിക്കും പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം. അവിടെ തനത് പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പഞ്ചായത്ത് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ്റനൻസ് ചെയ്യില്ല. അത് അവർ ചെയ്യട്ടെ. കുടിവെള്ള പദ്ധതി കൊണ്ടുപോയത് ഇപ്പോൾ എന്താ പറയുക, ഗുരുവായൂർക്ക് പദ്ധതി കൊണ്ടുപോയിട്ടുള്ളത് അത് മറ്റേ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു വിഹിത പദ്ധതിയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ചിലവാക്കുന്ന പണത്തിൻ്റെ ആ റോഡ് അവർ തന്നെ നിർമ്മിക്കും. ആ നിർമ്മിക്കുന്ന അത്രയും കാലം ഇതിന് ഇട്ട് കളയാൻ പറ്റും. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള റോഡ് അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും കൂട്ടാക്കാത്തൊരു പഞ്ചായത്താണ്. ഓരോ വാർഡിൽ എന്താ പറയുക, ഒരു 10, 50, 20 ലക്ഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് സുഖകരമായിട്ട് ചെയ്യാൻ കഴിയും. അത് ചെയ്യില്ല. കേവലം ഭരിക്കുക എന്നല്ലാതെ ജനങ്ങളോട് നീതി പുലർത്താൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. 50,000-ഓളം വരുന്ന ജനസംഖ്യയുള്ള വലിയ പഞ്ചായത്ത് അത്. ആ പഞ്ചായത്തിൽ ജനങ്ങളോട് നീതി പുലർത്തേണ്ട ഭരണ അംഗങ്ങളാണ്. ഒരു പഞ്ചായത്ത് അംഗം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളാണ്. MLA പോലെ MP പോലെയല്ല. ആ കാര്യങ്ങളിൽ വേണ്ടത്ര ശുഷ്കാന്തി, ആ വാക്ക് ഉപയോഗിക്കും ഞാൻ, രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു പാർട്ടിയും അതിൻ്റെ ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. ഇവിടെ UDFനെ പ്രതിനിധീകരിക്കുന്ന ബിജു കുണ്ടോളം സാറിന് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ലോഹിതാക്ഷേട്ടൻ വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചേർപ്പിൽ കഴിഞ്ഞ 5 വർഷം ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഓൾ ഇന്ത്യയിൽ നടക്കുന്നതാണ്. ഇവിടെ മാത്രം നടക്കുന്നതല്ല, കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് വിഹിതങ്ങൾ, ഉപഭോക്തൃ വിഹിതം അടക്കമുള്ള
പദ്ധതിയാണ്, കുടിവെള്ള പദ്ധതിയാണ്. ഏകദേശം 4000-ഓളം വീടുകളിലേക്കാണ് ജൽജീവൻ മിഷൻ വഴി കേന്ദ്രം 50% ഫണ്ട് വകയിരുത്തി കൊടുക്കുന്ന ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി വളരെ വ്യാപകമായിട്ട് ചേർപ്പിൽ നടന്നിട്ടുണ്ട്. 3600-ലധികം, 4000 എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ലൈനില്ലാത്ത ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് പുതിയതായിട്ട് ലൈൻ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് എടുത്തു പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മോഡിയും BJPയും കൊണ്ടുപോകുമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും വളരെ വിശദമായിട്ട് അതിൽ നിന്ന് തെന്നി മാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കണക്ഷൻ വന്നിട്ടില്ല ഞാൻ പറയില്ല. അത് പരാമർശിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോഴാണ് 10 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി ഗോപാല മാസ്റ്റർ കൊടുന്നിട്ട് 12-ാം വാർഡിലിട്ടെ. ആ കുടിവെള്ള പൈപ്പിൽ നിന്ന് ഈ മിഷന്റെ പേരിൽ കുറെ വീടുകൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരി, അതിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കിയത് ജില്ലാ പഞ്ചായത്താണ്. ശരി, അതിവിടെ നമ്മുടെ അനിയൻ സുഹൃത്ത് പറഞ്ഞതിന് ഞാൻ ഖണ്ഡിക്കുന്നില്ല. കുടിവെള്ള വിതരണം എന്ന് പറയുന്നത് ലോകത്തുള്ള ഏതൊരു ഗവൺമെന്റിന്റെയും അടിസ്ഥാനപരമായ കടമയാണ്. മോദി ചെയ്താലും രാജീവ് ഗാന്ധി ചെയ്താലും രാഹുൽ ഗാന്ധി ചെയ്താലും അത് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ജൽജീവൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ജൽജീവൻ പദ്ധതി ഫലപ്രദമായി ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ജലജീവൻ പദ്ധതി മോദിയുടേതാണ്, കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ് എന്നതുകൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നൊരു വാദം BJPക്ക് ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായ ഒരു ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അത് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൂടെയാണെങ്കിൽ ഫലപ്രദമായിട്ട് ചേർപ്പ് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയെന്ന് BJP പ്രതിനിധി സമ്മതിച്ചു തരുന്നു. ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. രണ്ടാമതായിട്ട് 2-3 ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിച്ചോളൂ. രണ്ടാമതായിട്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡുണ്ട്. 2-3 വാർഡിൽ മാത്രമാണ് കുടിവെള്ള പ്രശ്നമുള്ളൂ എന്ന് CPM പ്രതിനിധി സമ്മതിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ 100% വിജയിച്ചിട്ടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പക്ഷെ ഇനിയുള്ള 2-3 വാർഡുകളെ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ ഇനിയും അവസരം ഞങ്ങൾക്ക് വരും. നടപ്പിലാക്കുവാൻ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും റോഡുകളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹാളിന്റെ കാര്യം പറഞ്ഞു. കാർഷിക മേഖലയെ സ്പർശിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് പോകാം. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ പറയുന്നു, ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അത് ചേർപ്പ് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും ഫലപ്രദമായിട്ട് നവീകരിക്കപ്പെടുകയും ആളുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കുകയും ചെയ്ത ഒരു 5 വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് പൂർണ്ണമായിട്ടും നമുക്കതൊക്കെ പരിശോധിച്ചാൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത് അല്ലെങ്കിൽ സമരങ്ങൾ നടത്തിയത് ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് അല്ലേ? ഇതെന്താ വിഷയം? ചേർപ്പ് പഞ്ചായത്തിലെ നിവാസികളാണ് ആ ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ 80%. ശരി, അതുകൊണ്ട് തന്നെ ചേർപ്പ് പഞ്ചായത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഡോക്ടറെ വെച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. വെച്ചു കൊടുത്തു. പിന്നീട് വലിയ സമരം നടന്ന വെച്ചു കൊടുത്തേ, ഞങ്ങൾ ഇടപെട്ട വെച്ചു കൊടുത്തേ. ആദ്യം അവർ വെച്ചു കൊടുക്കാതെ മാറി നിന്നു. അത് ഞങ്ങളുടെ പണിയല്ല, അത് ബ്ലോക്ക് പഞ്ചായത്താ ചെയ്യണ്ടേ. ബ്ലോക്ക് പഞ്ചായത്താ ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത്. അവിടെ ഡോക്ടറെ വെക്കാൻ അതെ ജനങ്ങൾ ചേർപ്പ് പഞ്ചായത്തിന്റെ അല്ലേ? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചേർപ്പ് പഞ്ചായത്തിൽ വസിക്കുന്നവരാണ് അവിടെ വരുന്നവർ. അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് എന്ന് പഞ്ചായത്ത് ഭരണസമിതി ബോധ്യപ്പെടുത്തി. എന്നിട്ടും കുറേ കാലം ഡോക്ടറെ വെക്കാതെ മാറി നിന്നു. അതുപോലെ അവിടുത്തെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നന്നായി ഇടപെടാൻ കഴിയുന്നതാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ഞാൻ പഞ്ചായത്ത് ആവശ്യം ചേർപ്പ് പഞ്ചായത്തിന് മാത്രമല്ല പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ സ്ഥാപനത്തിന്റെ പിറകിലേക്ക് ബിജുവേട്ടൻ ഒന്ന് പോയി നോക്കിയാൽ അറിയാം. ഒരു പക്ഷേ പഴയ കാലഘട്ടത്തിന്റെ ചരിത്രം എടുത്തു പറയുന്ന നിരവധി പ്രസവ വാർഡുകളുണ്ട്, ഓർത്തോ വാർഡുകളുണ്ട്. ഇന്ന് അതെല്ലാം കാണുക ോട് പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ ഒരു 10 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആ ആശുപത്രി അടങ്ങുന്ന ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് ഞാൻ. ആ സമയത്താണ് ആ പുതിയ കെട്ടിടം അവിടെ പണിതിട്ടുള്ളത്. പക്ഷെ അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്.
ഈ ആശുപത്രിക്ക് മുമ്പിൽ കഴിഞ്ഞ മാസം പോലും UDF-ഉം കോൺഗ്രസും സമരം നടത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പ്രത്യേകിച്ച് പ്രസവത്തിനൊക്കെ സാധാരണക്കാർ വളരെയേറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ലേബർ സൗകര്യങ്ങളില്ല, അവിടെ ഗൈനക്കോളജിസ്റ്റ് ഇല്ല. സ്ഥിരമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പലതവണയും തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ചേർപ്പ് ആരോഗ്യ കേന്ദ്രത്തോട് ഈ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള അവഗണന, സംസ്ഥാന ഗവൺമെന്റ് അവഗണന പുതിയ മാറ്റം വന്നു. അതെങ്ങനെയാ വെച്ചാൽ താലൂക്ക് ആശുപത്രികൾക്ക് മാത്രമാണ് ഈ സൗകര്യങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ. നേതൃത്വത്തിലേക്ക് വന്നാൽ ഒരു പരിധി വരെ ഇതിനൊരു പരിഹാരം. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നല്ലോ. വക്കീൽ പറഞ്ഞ പോലെ വക്കീലിന് മുമ്പ് ഞാനായിരുന്നു. എൻ്റെ ഡിവിഷനിലായിരുന്നു ഈ ആശുപത്രി. അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്. അപ്പോൾ താലൂക്ക് ആശുപത്രികൾ മാത്രമാണ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർക്ക് വേണ്ടു എന്നൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടതാണ്. അങ്ങനെ മാത്രമേ ഈ താലൂക്കിലാണെങ്കിൽ ജില്ലാ ആശുപത്രി നിലനിൽക്കുക, ഈ താലൂക്കിലാണ് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ കോളേജിൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ ഞാനടക്കം പോയി മന്ത്രിയായിട്ട് സംസാരിച്ച വിഷയം. അപ്പോൾ അതിന് തത്തുല്യമായ ഒരു ആശുപത്രിയാക്കി പരിഗണിക്കുന്നത് ഞങ്ങൾ രണ്ടാമത് ആവശ്യപ്പെട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളില്ലെങ്കിലും ഡോക്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി തന്നു. ബെഡിൻ്റെ 86 ബെഡുകളാണ് അവിടെ ഉള്ളത്. ആ ബെഡുകൾക്ക് മുഴുവൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർമാരെ എണ്ണം വർദ്ധിപ്പിച്ചു. മെഡിസിൻ രംഗത്ത് അതെന്താ പറയുക, മരുന്നുകളുടെ രംഗത്ത് തന്നെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് മരുന്നിൻ്റെ അളവിൽ നമ്മൾ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഇവിടെ LDF-ഉം UDF-ഉം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തര സമരങ്ങൾ അതിന്റെ മുൻപിൽ നടത്തിയിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ആ കാര്യത്തിൽ അത്ര കണ്ട് വലിയ ശുഷ്കാന്തിയൊന്നും കാണിച്ചോന്ന് ഒരു ചോദ്യം ചിഹ്നമുണ്ട്. മീഡിയ ഫോർ മിസ് ചെയ്തതായിരിക്കും. ഇപ്പോഴത്തെ ആരാധ്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ പങ്കെടുത്ത ഒരു ഫുൾ ഡേ ഉപവാസം, ഒരാൾ രണ്ടാളല്ല 110 പേര് ഫുൾ ഡേ ഉപവാസം നടത്തിയ സമരമുണ്ട്. വേണമെങ്കിൽ വീഡിയോയും അന്നത്തെ റിപ്പോർട്ടും അങ്ങേക്ക് തരാവുന്നതാണ്. ഇപ്പം ഈ ആശുപത്രി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചയിൽ നമുക്ക് ക്ലിയർ ആയല്ലോ, ഈ ആശുപത്രി വിഷയം പഞ്ചായത്തിൻ്റെതാണെന്ന് ബ്ലോക്കും, ബ്ലോക്കിൻ്റെതാണെന്ന് പഞ്ചായത്തും. ബ്ലോക്ക് ഭരിക്കുന്നത് CPIM, LDF-ഉം പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ഉമാണ്. അപ്പൊ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ആശുപത്രി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. 86 കിടക്കയുണ്ട്, കിടക്കേമ കിടക്കുന്ന രോഗിയില്ല എന്നുള്ളതാണ് അവസ്ഥ. കിടത്തി ചികിത്സയില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു മുള്ളു കുത്തി ചെന്നാൽ പോലും ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 30 ലക്ഷം രൂപയാണ് ആർദ്രം പദ്ധതി വഴി അവിടെ മറ്റേ സ്കീം കൊണ്ടുവന്നത്. മോർച്ചറി അടക്കം, പോസ്റ്റ്മോർട്ടം അടക്കം, പ്രസവം അടക്കം, ഓർത്തോപീഡിക് വിഭാഗം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഏറ്റവും ഹേർട്ട് ഓഫ് ദ ടൗണിൽ നിൽക്കുന്ന ഇത്രയും 2 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ടായിട്ടും അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിൽ രണ്ട് മുന്നണികളും പരാജയപ്പെട്ട കാഴ്ചയാണ്. ഗീതാ ഗോപി അന്ന് KK ശൈലജ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു സബ്മിഷൻ കൊടുത്തിരുന്നു. ചേർപ്പ് ആശുപത്രിയെ അടുത്ത ഘട്ടത്തിലേക്ക് താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സബ്മിഷൻ കൊടുത്ത സമയത്ത് അത് തീർത്തും പരിഗണിക്കാതെ മാറ്റിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പമാണ് പുതുക്കാട് ആശുപത്രിയെ ഈ പറയുന്ന താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുള്ളത്. പുതുക്കാട് ആശുപത്രി എവിടെ കിടക്കുന്നു, ചേർപ്പ് എവിടെ കിടക്കുന്നു? ചേർപ്പ് എന്ന് പറയുന്ന വലിയ വിസ്തൃതിയുള്ള ഈ ചേർപ്പ് പഞ്ചായത്ത് അവണിശ്ശേരി, ചാഴൂര്, അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പാർളം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മേഖലകളിലുള്ള ആൾക്കാരെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇന്നും ഇന്നലെയും വന്നതല്ല, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ആശുപത്രിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, ആക്സസബിലിറ്റി ഉണ്ട്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ രണ്ട് മുന്നണികളും, ബ്ലോക്കും, പഞ്ചായത്ത് മാറി മാറി ഭരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ബ്ലോക്ക് പലപ്പോഴും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ബ്ലോക്കിനെ മറ്റേ പഞ്ചായത്ത് കുറ്റപ്പെടുത്തുകയും പഞ്ചായത്തിനെ ബ്ലോക്ക് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച. ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ട ഒരു വസ്തുത. ഒരൊറ്റ കാര്യം കൂടെ ഇടപെട്ട്, ഇപ്പൊ 101 പേരുടെ സമരം നടത്തിയ BJP-ക്ക് അത് ആരുടെ അധികാര പരിധിയിലാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല, പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരേ സ്വരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു. ഇത് നിലവിൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ആരോഗ്യ മേഖലയും കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയിലെല്ലാം സ്പർശിച്ച് കഴിഞ്ഞ 5 വർഷത്തെ സ്പർശനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ തുറന്നു ചോദിക്കുകയാണ്, കോൺഗ്രസിന്റെ ഭരണത്തിൽ എന്തെങ്കിലുമൊക്കെ അസഹിഷ്ണുതകൾ അതിനുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടോ? അതാണോ യഥാർത്ഥത്തിൽ ഭരണസ്തംഭനം എന്നെല്ലാം
ഒരൊറ്റ വാക്കിൽ ചോദിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ആ ഭരിക്കുന്ന പാർട്ടിക്ക്, ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് വന്നിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക്, ജനാധിപത്യ പാർട്ടിക്ക് അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക, അഭിപ്രായമുള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും ഭരണസമിതി ചെയ്ത കാര്യങ്ങളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, പാർട്ടി നേതൃത്വം വിമർശിച്ചിട്ടുണ്ട്, തിരുത്തിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതിനൊരു അത്തരം ചോദ്യങ്ങളും അത്തരം ചോദ്യചിഹ്നങ്ങളും ഉയർത്തിയത് കൊണ്ടാണോ ഏറ്റവും അവസാന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പാർട്ടി മാറിപ്പോകുന്ന? പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനായിട്ടുള്ളത്, പഞ്ചായത്ത് പ്രസിഡന്റ് BJP ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. 10 വർഷമായി ഞാൻ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ട്, 10 വർഷമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ ആദ്യ 5 വർഷം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അടുത്ത 5 വർഷം ഞാൻ പ്രസിഡന്റ് ആയിരുന്നു. ഇതിൽ പരം ഒരു അംഗീകാരം ഏത് പാർട്ടിയിൽ ഏത് അംഗത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും? 10 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. 10 വർഷത്തിൽ 5 വർഷം വൈസ് പ്രസിഡന്റും 5 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും 5 വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളെ നമ്മൾ അടുത്ത 5 വർഷം പ്രസിഡന്റ് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും മോശപ്പെട്ടമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ആ നേതൃത്വം ഒരിക്കലും അതിന് തയ്യാറാവുമായിരുന്നില്ല. അവർ 5 വർഷവും പ്രസിഡന്റായിട്ട് തുടരുന്നു, അവരെ മാറ്റാനോ അങ്ങനെ ഒരു സ്തംഭനമൊന്നും ഉണ്ടായിട്ടില്ല. അഭിപ്രായം ചെയ്യുമ്പോൾ നേതൃത്വത്തിലെ ആളുകൾ ഇതെന്ത് എങ്ങനെയെന്ന് ചോദിക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അത് സ്വാഭാവികമായിട്ടുണ്ട്. അത് സംസ്ഥാന ഭരണത്തിലായാലും കേന്ദ്ര ഗവൺമെന്റ് ഭരണത്തിലായാലും പാർട്ടി നേതൃത്വം ഇടപെടുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടാകുന്ന ആ പ്രസിഡന്റ് പദവിയിലിരുന്ന വ്യക്തി പൊതുസമൂഹത്തോട്, മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങൾ നിൽക്കുന്നു, ചില കോൺഗ്രസ് നേതൃത്വങ്ങൾ തടസ്സവാദികളുമായി വന്നതുകൊണ്ടാണ് ഞാൻ ഈ തൽസ്ഥാനത്ത് നിന്ന് പോകുന്നതെന്നുള്ളൊരു അതിനൊറ്റ മറുപടിയുള്ളൂ. ഒരു പാർട്ടി മാറ്റത്തിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു ന്യായീകരണം പറയുന്നതിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ന്യായീകരണമാണ് അവസാന നിമിഷം. അല്ലെങ്കിൽ ഇതിനു മുമ്പേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പേ തുറന്നു പറഞ്ഞാലും വലിയ അപകടമൊന്നും ഉണ്ടാകാത്തൊരു പാർട്ടിയാണ്. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അച്ചടക്ക നടപടി അതിന്റെ പേരിൽ സ്വീകരിക്കുന്ന ഒരു പാർട്ടി പാരമ്പര്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഒരു പാർട്ടി മാറ്റത്തിന് വേണ്ടി BJP ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് ഇരയായി തീർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കുന്നതിന് പറഞ്ഞൊരു കാരണമാണ്, അല്ലാതെ പറയത്തക്ക രീതിയിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ ലാഭം ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിനെ വെച്ച് ചെയ്തത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലാഭം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു? ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇൻഫാക്ട് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു കോൺഗ്രസ്സുകാരിയല്ല സുജിഷ കള്ളിയത്ത് പ്രസിഡന്റ്. ഇപ്പോ ഇത്രയും ഗംഭീരമായിട്ട് ഈ വിഷയം പറഞ്ഞ ശ്രീമാൻ ബിജു കുണ്ടുകുളത്തിനോട് ഒരു ചെറിയൊരു ഓർമ്മിപ്പിക്കല്. ഈ പഞ്ചായത്ത് ഭോജനശാലയിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷനിൽ കേരളത്തിലും അല്ലെങ്കിൽ തൃശ്ശൂരും ചേർപ്പിനും കോൺഗ്രസ്സുകാർ ഇല്ലാഞ്ഞിട്ടല്ല, ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുപോലെ അതവരുടെ ആശയമാണ്. അതുപോലെ ഞങ്ങളുടെ ആശയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് ആൾക്കാരെ വരുമ്പോ നമ്മൾ ഇതുമായിട്ട് ബന്ധമുണ്ട്. കാരണം രാഷ്ട്രീയത്തില് ഇപ്പോൾ സുജിഷ കള്ളിയത്ത് കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് 10 വർഷം ഇവിടെ മറ്റേ പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റായിട്ടും ഇരുന്ന ആളാണ്. അവരെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനോട് അവര് എന്തുകൊണ്ട് കോൺഗ്രസ് മാറി എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. കാരണം ഞാൻ ആ പാർട്ടിയിൽ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എന്തുകൊണ്ട് അവർ വന്നു എന്നുള്ളതിന് കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടുള്ള ഉത്തരം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുന്നിലോട്ട് വയ്ക്കുന്ന ചേർപ്പിന്റെ സമഗ്ര വികസനം ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നിലോട്ട് വയ്ക്കുന്ന വരദ എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കേരളത്തിൽ ചേർപ്പിലെ എല്ലാ ആൾക്കാരിലേക്കും എത്തിച്ചിട്ടുണ്ട്. അതിലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും അധികം അതിന്റെ ആകർഷണത്തെ കണ്ടിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരദയുടെ ആകർഷണം കണ്ടിട്ട് മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വന്നത്. ലോകദാസേട്ടാ, ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്ന പ്രവർത്തനമല്ല എന്ന് അങ്ങൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ മീഡിയ ഫോറം തന്നിരുന്നു. ശരിയല്ലേ? ഈ പ്രസിഡന്റ് മാറിയ സമയത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നത് LDF-ന്റെ പ്രതിനിധിയായ ലോകേഷാണ് പറഞ്ഞത്. ജനാധിപത്യ മര്യാദ ഷീല ഭരതൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അത് ലോകേഷാണ് പറയും. ഇത് രാഷ്ട്രീയ ചേഞ്ച് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാ ഇടതുപക്ഷത്തിൽ വന്നത്? DAC എന്നൊരു പ്രസ്ഥാനം ഉണ്ടാവുന്നു. ആ DAC എന്ന പ്രസ്ഥാനം ഇടതുപക്ഷമായി ചേർന്ന് UDF-മായി ചേർന്ന് ഇടതുപക്ഷമായി ചേർന്നത്. അങ്ങനെയാണ് ഞങ്ങൾ UDF വിടുന്നത്.
അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 4-5 പഞ്ചായത്ത് മെമ്പർമാർ 8-9 ബാങ്ക് ഡയറക്ടർമാർക്ക് ഒരുമിച്ചാണ് ഒരു രാഷ്ട്രീയ ചേഞ്ച് മാറുന്നത്. സൂചിപ്പിക്കണം, ഞാനടക്കം വന്നത് അങ്ങനെയാണല്ലോ. ഇതങ്ങനെയല്ല. ഇത് നേരം വെളുത്തിട്ട് നേരെ പഞ്ചായത്ത് ഓഫീസിൽ വരിക, കോൺഗ്രസിൻ്റെ നേതാവായിട്ട് വന്ന് യോഗം നടത്തുകയാണ്, എല്ലാവർക്കും ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ആ ജീപ്പും കൊണ്ട് ഇത്ര അതപ്പതിച്ചൊരു രാഷ്ട്രീയ കൂറുമാറ്റം. അല്ല, തീർച്ചയായിട്ടും ജീപ്പിലല്ല പോയത്. അത് ലോഹിതാക്ഷേട്ടൻ തിരുത്തണം. രാജിവെക്കാനാണ് പഞ്ചായത്തിൽ പോയത്. രാജിവെച്ചതിന് ശേഷം ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ജില്ലാ ഓഫീസിലേക്ക് BJPയുടെ നമോഭവനിലേക്ക് വന്നത്. അത് പഞ്ചായത്ത് ജീപ്പല്ല. ആക്ഷേപം വേണ്ട. അവിടുന്ന് കേറിപ്പോയത് വണ്ടിയിലെ വഴിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അവിടുന്ന് കേറിയത് തായംകുളങ്ങര. ഞാൻ അവിടെ ആ ക്യാൻറ്റീനിൽ ചായ കുടിക്കുമ്പോഴാണ് കണ്ടോ അവര് പോകണം. അപ്പൊ എന്നോട് പഞ്ചായത്ത് വഴിക്ക് വെച്ച ഞങ്ങൾക്ക് ജീപ്പിൽ പോയോ ഓട്ടോറിക്ഷയിലോ പോയോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ തികഞ്ഞ യാതൊരുവിധ അവഗണനയും നേരിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു സാധാരണ കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്നതിൽ കൂടുതൽ പരിഗണന കിട്ടിയ ഒരു വ്യക്തി ഇലക്ഷൻ്റെ തലേ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് എന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. 1, 2 സന്ദീപ് വാര്യർ ഇവിടെ വന്നിട്ടുള്ള സന്ദീപ് വാര്യർ എന്ന് KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന ഒരു വ്യക്തിയൊന്നല്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങൾ ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ടും കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ. അല്ലാതെ ഇവിടെ BJPയെ ഭയപ്പെട്ടിട്ടോ BJPയുടെ ജനകീയ ശക്തി കണ്ടിട്ടോ അതുവരെ തളർത്താനൊന്നും അല്ല ഞങ്ങൾ സന്ദീപ് വാര്യർ തൃശ്ശൂർ ധാരാളം പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചേർപ്പിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ വാഹനത്തിനെ വിട്ടേക്ക്. പ്രസിഡന്റ്ഷിപ്പ് രാജിവെച്ചിട്ട് പിന്നെ പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിക്കുന്നത് ദുരുപയോഗം അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ അവരവിടെ വന്നിറങ്ങുമ്പോൾ ഞാനവിടെ ക്യാൻറ്റീനിലുണ്ട്. എനിക്ക് പരിചയമുള്ള BJPയുടെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറയുന്നുണ്ട്. ചില സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ ഒരു സൂചന പറയണം. അപ്പോൾ വ്യക്തിപരമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളുണ്ട് അതിൻ്റെ അകത്തേക്ക്. അതിനുശേഷം ഞാൻ ആഫീസിൽ ചെന്നിരുന്നിരിക്കുമ്പോഴാണ് എനിക്ക് മൊബൈലിൽ ഈ വാർത്ത വരുന്നത്. ഇവർ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവുമായിട്ട് ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുന്നത്. അപ്പം ഞാനത് ധരിച്ചു വെച്ചാൽ ആ പോക്ക് പോയത് അങ്ങടാണ്. അതിനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ. അത് ഏതെല്ലാം തരത്തില് രാഷ്ട്രീയ ഒന്നും തരവാദിക്കില്ലെന്നാണോ പറയുന്നത്? കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. കോൺഗ്രസ് പറയണതല്ല, ചേർപ്പിനെ പോലെ പ്രബുദ്ധമായ ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ ഉള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. മറ്റു പഞ്ചായത്തുകളൊന്നുമല്ല, തനി ഗ്രാമീണ പഞ്ചായത്തല്ല, ഒരു പട്ടണ പഞ്ചായത്താണല്ലോ. സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഈ കൂറുമാറ്റത്തിനെ അവർ അംഗീകരിക്കില്ല. ഇത്തരം ഒരു കൂറുമാറ്റം ഇത് വ്യക്തിപരമായ അവർക്ക് എന്തെങ്കിലും ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കോൺഗ്രസിന് അല്ലെങ്കിലും ബാധിക്കില്ലോ, സംശയമില്ലോ. അവർ ലീഡർഷിപ്പില്ലല്ലോ. എന്നെ സംബന്ധിച്ച് 4 സീറ്റ് നേടിയ BJPയുടെ ഗതികേടാണ് അത് കാണിച്ചത് എന്ന് പറഞ്ഞ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കൂറുമാറ്റം BJPയുടെ നേതൃത്വത്തിൽ നടന്നതാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അത് അവർക്ക് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നു. അത്തരമൊരു ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് 17ാം വാർഡിൽ മത്സരിക്കുന്ന ഉമ്മർക്ക കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു. 15ാം വാർഡിൽ മത്സരിക്കുന്ന ജെൻസൺ ജോർജ് കോൺഗ്രസിന്റെ BJP പാളയത്തിലേക്ക് പോയിട്ടില്ല. അവരൊന്നും BJP പാളയത്തിലേക്ക് പോയിട്ടില്ല. LDF ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കൂറുമാറ്റിയിട്ടുണ്ട്. LDFലും UDFലും പ്രവർത്തിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് മുൻകാലങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ലോഹിതാക്ഷേട്ടൻ അടക്കമുള്ള ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. ഷീലാഭരതൻ അടക്കം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. സുജിഷയ്ക്ക് മാത്രം വലിയ അപരാധം. സുജിഷ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് വലിയ അപരാധം. മറ്റുള്ള ഷീലാഭരതൻ അടക്കമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറി മറ്റു പാർട്ടിയിൽ പോയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ജനത്തിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് മാറി, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ, അതിന് അവർ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാറിയത്. അത് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് മോദി കൊണ്ടുവന്ന ഒരു പദ്ധതി കണ്ടിട്ടാണ് മാറി എന്നാണ് BJP പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കണ്ട്. അങ്ങനെയെങ്കിൽ തലേദിവസം പോലും കോൺഗ്രസിന്റെ ബൂത്ത് യോഗത്തിൽ പങ്കെടുക്കും, മിനിറ്റ്സിൽ ഒപ്പിടുകയും സ്ഥാനാർത്ഥിയാകുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മാറിപ്പോവുകയും ചെയ്ത വ്യക്തി എന്തിനാണ് അതുവരെ ഈ കോൺഗ്രസിനോട് ഇത്ര വലിയ കൂറ് കാണിച്ചത്? തലേദിവസം പോലും
പിറ്റേ ദിവസമാണ് മാറുന്നത്. അപ്പോൾ മോദി കൊണ്ടുവന്ന പദ്ധതിയുടെ വലിയ വികസന സാധ്യത കണ്ടുകൊണ്ടാണ് ഞാൻ മാറിയതെന്ന് പറയുന്നതിൽ ദിവസങ്ങളിരുന്ന് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. തലേദിവസം പോലും കോൺഗ്രസിന്റെ ബൂത്ത് യോഗത്തിൽ പങ്കെടുത്ത് അതിൽ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ച് പിറ്റേ ദിവസം BJP-യിലേക്ക് ഈ ഒരു വിഷയത്തിൽ തൽക്കാലം ഒന്ന് മാറാം. ഒറ്റ കാര്യോട് ചോദിച്ചിട്ട്, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് രേഖാമൂലം പരാതി തന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഒരു പരാതിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ രേഖാമൂലം പരാതി, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കൃത്യമായിട്ട് അന്വേഷണ കമ്മീഷനെ വയ്ക്കും. അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിച്ച ചരിത്രം ഈ പാർട്ടി ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ പ്രാദേശിക ഘടകത്തിനോ ജില്ലാ ഘടകത്തിനോ അടക്കമുള്ള ഈ ചേർപ്പിലെ മുഖ്യധാര മാധ്യമങ്ങളെ എല്ലാം വിളിച്ചിരുത്തി കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതാണ് DCC-ക്ക് അടക്കം പരാതി കൊടുത്തത്. അങ്ങനെ DCC-ക്ക് അടക്കം പരാതി കൊടുത്തത് നേതൃത്വം വ്യാപാരികളുമായിട്ട് വ്യാപാര ഭവനിലെ ചർച്ച നടത്തി ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് KPCC-യുടെയും അടക്കമുള്ള നേതൃത്വ നിരയിലുള്ള ആളുകൾ, ആ നേതൃത്വം ഞാൻ പേരെടുത്ത് പരാമർശിക്കുന്നില്ല, KPCC-യുടെ അടക്കമുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരടക്കം ഉള്ള ആളുകൾ വ്യാപാര ഭവനിൽ ചെന്ന് കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റായിരുന്നു സുജിഷ കള്ളിയത്തും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത കാര്യത്തിൽ അത് പാലിക്കപ്പെടാൻ പറ്റാതിരുന്ന സമയത്ത് ഇത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു, പാർട്ടി ഇടപെടുന്നില്ല, പാർട്ടി എന്നെ ഒറ്റയ്ക്കാക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മീഡിയ4 അടക്കമുള്ള ചാനൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കീഴ്ഘടകത്തോട് ചോദ്യം വരേണ്ടതാണ്. DCC നേതൃത്വം തീർച്ചയായിട്ടും ഇടപെടുമായിരുന്നു. അങ്ങനെ ഇടപെടുന്ന ഒരു പാർട്ടി ഘടന കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, നിലവിലുണ്ട്. ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമാണ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി ഒരു ആശയപരമായ കാര്യമാണെന്ന് ആ കൂറുമാറ്റം എന്ന് പൊതുരംഗത്ത് നിൽക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. അത് അവരുടെ വ്യക്തിപരമായ വല്ല ലാഭങ്ങളോ കാര്യങ്ങളോ അതിൻ്റെ അടിയിൽ നടന്നോ എന്നാണ്. കാരണം തലേദിവസം വരെ നമ്മൾ കാണുന്നത് അവർ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ പല കാര്യങ്ങളും ഇടപെട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ ചില പൊതുവിഷയങ്ങളൊക്കെ അവരെന്നെ വിളിക്കാറുണ്ട്. ഇന്ന കാര്യത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ മെമ്പർമാരോട് പറയാം. ഞാൻ പാർലമെൻ്ററി പാർട്ടി ചുമതലക്കാരൻ ഞാനായിരുന്നു പഞ്ചായത്തിൽ. 6 മെമ്പർമാരും വിളിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കടുത്ത രാഷ്ട്രീയവാദികളാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മിതമായി നമ്മൾ വാർഡ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ട ഒരു ഘടകം മാത്രമാണ്. അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ പൊതു സ്വത്തായിരിക്കണം അംഗങ്ങൾ എന്ന് ഞാൻ പറയാം. പഞ്ചായത്തിൽ നിങ്ങൾ പിന്നെ ഈ വാർഡിലെ കാര്യം അന്വേഷിക്കേണ്ടവരല്ല, നിങ്ങൾ പൊതുവെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടവരാണ്. പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് പിന്തുണയും ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റികൾ സംസാരിച്ചത്. അവരോട് നല്ല പിൻബലം കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അത് നമ്മുടെ BJP-യുടെ എൻ്റെ സ്നേഹിതം പറഞ്ഞത് ശരിയാണ്. കാരണം അത് വേറെ എല്ലാ വർഷവും 10 ലക്ഷം 15 ലക്ഷം കൊണ്ട് പെയിൻ്റ് അടിക്കുക ഇവർ ചെയ്യുന്ന ഏക പണിയാണ്. ആ കെട്ടിടത്തിനൊന്ന് പരിശോധിക്കണ്ടേ, അതിൻ്റെ ഭിത്തികൾക്ക് കരുത്തുണ്ടോ, അതിലെ ആളുകളെ കയറ്റിയിരുത്താൻ കഴിയുമോ, ഇതൊന്നും പരിശോധിക്കില്ല. ആ കാര്യത്തിൽ ഞാൻ ഇടപെട്ട ഒരാളാണ്. എൻ്റെ പാർട്ടി വിളിച്ചിരുത്തി നമ്മൾ സംസാരിച്ചു. നിങ്ങൾ അതിനൊരു തീരുമാനമെടുക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഞങ്ങൾ വഴിക്ക് നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് ഉറപ്പ് പറയണം നമ്മളവരോട്. ഈ കമ്മ്യൂണിറ്റി ഹാൾ പുനർനിർമ്മാണത്തിന് എത്ര ലക്ഷം എസ്റ്റിമേറ്റ് എടുത്താൽ ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായ ഒരു ഗ്രാൻറ്റും കൂടി കൂടുതൽ തരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആ കമ്മ്യൂണിറ്റി ഹാൾ ചരിത്രമുണ്ട് കേരളത്തിൽ. കാരണം അത് അന്ന് പണിയുമ്പോൾ കേരളത്തിലെ 2 കമ്മ്യൂണിറ്റി ഹാളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഒന്ന് കളമശ്ശേരിയാണ്, ഈ ബാലാനന്ദൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദനാണ് അവിടെ പ്രസിഡന്റ്. പിന്നെ ഒന്ന് ഇവിടെ MP സുകുമാരൻ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ പിൻബലത്തിലാണ് അത് പണിയുന്നത്. അന്ന് മാമുട്ടിയായിട്ടുള്ള ആളുടെ ഇടപെടലാണ് അത്രയും വലിയൊരു സംഖ്യ. അങ്ങനെ കേരളത്തിൽ കാണാൻ കഴിഞ്ഞ 2 കമ്മ്യൂണിറ്റികളായിരുന്നത്. ആ കമ്മ്യൂണിറ്റികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നാണക്കിലെടുത്ത് പോയത്. പബ്ലിക്കിനൊരു ഉപകാരമില്ല. എന്താ ചേർപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സാംസ്കാരികപരമായ ഒരു സ്ഥലമാണ്. എത്ര നാടകങ്ങൾക്ക് ഞാൻ തന്നെ അതിൽ കാഴ്ചക്കാരനായിട്ടുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലേക്ക് എത്തി നിൽക്കുമ്പോൾ UDF എന്ത് പ്രഖ്യാപനങ്ങളാണ് അടുത്ത ഈ തെരഞ്ഞെടുപ്പിനുമായിട്ട് വോട്ടർമാരുടെ മുൻപിലേക്ക് വെക്കുന്നത്? അത് എത്രത്തോളം വോട്ടിങ്ങിൻ്റെ സ്വാധീനത്തിലേക്ക് കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? സ്വാഭാവികമായിട്ടും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചേർപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ചാണ്. കമ്മ്യൂണിറ്റി ഹാളിനെ സംബന്ധിച്ച് ചേർപ്പ് ഇപ്പോഴത്തെ ഭരണസമിതി ഒരു 1,20,00,000 രൂപയുടെ നവീകരണ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചു. പക്ഷേ അതിന് അംഗീകാരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു.
അത് നടപ്പിലാക്കുക എന്നതായിരിക്കും ഒന്നാമതായിട്ട് ചെയ്യാനായിട്ടുള്ള UDFൻ്റെ ഒരു പ്രഖ്യാപനം. രണ്ടാമതായിട്ടുള്ളത് മാർക്കറ്റ് നവീകരണമാണ്. മാർക്കറ്റ് നവീകരണം സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്തിന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹകരണം ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ MLA ഫണ്ട് ഉൾപ്പെടെയൊക്കെ വിനിയോഗിച്ചുകൊണ്ട് അതിനുള്ള പദ്ധതിയും സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നവീകരണം വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കും എന്ന് UDF ഈ അവസരത്തിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാനായിട്ട് ആഗ്രഹിക്കുക. കാർഷിക മേഖലയിൽ എനിക്ക് തോന്നുന്നു നെൽകർഷകരുടെ വലിയൊരു പ്രശ്നമുണ്ട്, നെല്ലിന് വില കിട്ടാത്തത്. പക്ഷെ അതൊന്നും പഞ്ചായത്തിൻ്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളല്ല. പക്ഷേ ജലസേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ആവശ്യമായ ജലം, ആവശ്യമായ മറ്റേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ലഭിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നിർവഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ പ്രധാനപ്പെട്ട റോഡുകളും അതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും എന്ന കാര്യത്തിൽ. പിന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തെരുവുനായ പ്രശ്നമാണ്. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് ഈ പ്രശ്ന പരിഹാരത്തിന് പര്യാപ്തമാണെന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. എങ്ങനെ ഈ ഇന്നലെ തന്നെ ചെവൂർ പ്രദേശത്തൊരു നായ ഇറങ്ങുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് UDF ഉറപ്പ് നൽകുകയാണ്. പ്രാദേശികമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ സമിതി ധാരാളം കാര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയുകയുണ്ടായി. അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ആരോഗ്യ മേഖലയിൽ ലഭിക്കേണ്ട സൗകര്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തി അത് നവീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ആരംഭിച്ചു വെച്ചിട്ടുള്ള ഹോമിയോ ഡിസ്പെൻസറി അത് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആവിഷ്കരിക്കുന്ന പദ്ധതികളും തനത് ഫണ്ടിൽ നിന്നുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. LDFന്റെ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം? ഞങ്ങൾക്ക് അടുത്ത ഭരണം ലഭിക്കുന്നവർക്ക് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്ന കാർഷിക മേഖലയാണ് ഇന്ന് പ്രാധാന്യം. കാരണം പലപ്പോഴും കൃഷിക്കാരൻ കഷ്ടത്തിലാവുന്നത് വെള്ളക്കെടുതി കൊണ്ട് അവൻ്റെ കൃഷി നശിച്ചു പോകുന്നത് നമ്മൾ കാണാം. ചെറു കനാലുകൾ, ഇപ്പോൾ KLDC പോലുള്ള ബണ്ടിന് നമുക്ക് ചെറു കനാലുകളുമായി ബന്ധിപ്പിച്ചാൽ വെള്ളം പമ്പ് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുപാട് മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തൊരു പഞ്ചായത്ത് അന്ന് ചേർപ്പാണ്. കാരണം ഡിമാൻഡ് വെച്ചിരുന്നില്ല ഇവർ. മറ്റു പല പഞ്ചായത്തിൽ കൊടുക്കും വെർട്ടിക്കൽ പമ്പ് സെറ്റ്, 5 മിനിറ്റ് ഉണ്ടായ വെള്ളം വറ്റിച്ച് കളയാൻ കഴിയുന്നു. അപ്പോൾ വെള്ളക്കെടുതിൽ നിന്ന് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ചെറു കനാലുകളും മോട്ടോർ സെറ്റും കൊടുത്താൽ ഈ കൃഷി നശിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. രണ്ടാമത് നെല്ലിൻ്റെ വില ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമുക്കൊക്കെ അറിയാം, ഏക സംസ്ഥാനം കേരളമാണ്. അത് കൃത്യമായി കൃഷിക്കാരന് കിട്ടാൻ ഇപ്പോൾ കാലതാമസമുണ്ട്, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. ബാങ്കുകളുടെ ചില കുഴപ്പമുണ്ട്. അത് മാറ്റി ഞങ്ങൾ പൂർണ്ണമായി വർഷങ്ങൾക്ക് മുമ്പ് സഹകരണ ബാങ്കുകൾ ചെയ്തിരുന്നത്, നെല്ല് അളന്നു കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് കൊണ്ട് തൊട്ടടുത്ത കോപ്പറേറ്റീവ് ബാങ്ക് കൊടുത്ത് പണം കൊടുക്കുമായിരുന്നു. അതിന് പലിശയില്ല. ഒരു മാസത്തിനുള്ളിൽ ആ ഫണ്ട് നേരെ മില്ലുകൾ ബാങ്കിലേക്ക് എത്തിക്കുക. അപ്പോൾ പലിശരഹിത വായ്പ വീണ്ടും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കർഷകന് കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കും. മറ്റൊരു വിഷയം ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ വിഷയമാണ്. ഇത് പൂർണ്ണമായും അവിടെ നിന്ന് പൊളിച്ച് ഏറ്റവും മനോഹരമായ ആധുനിക കമ്മ്യൂണിറ്റി ഹാൾ ഇന്നിപ്പോൾ അതിൻ്റെ കാലഘട്ടമാണ്. അവിടെ ഇപ്പോൾ എൻ്റെ അനിയൻ സഖാവ് പറഞ്ഞ പോലെ, സുഹൃത്ത് പറഞ്ഞ പോലെ സൗണ്ട് സിസ്റ്റം വളരെ തകരാറാണ് പണ്ടത്തെ. അപ്പോൾ അതൊക്കെ മാറ്റി ഏറ്റവും നല്ല രീതിയിൽ ആധുനിക സൗകര്യമുള്ള ഒരു കമ്മ്യൂണിറ്റികൾ. ഇവിടെ സാധാരണക്കാരന് ഒരു വിവാഹ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് സ്വകാര്യ ഹാളുകൾ വാങ്ങിക്കുന്നത്, കഴിയുന്നില്ല. അപ്പോൾ അവിടെ സാധാരണക്കാരന് കൂടി ഇത് ഉപകരിക്കുന്ന വിധത്തിലൊരു കമ്മ്യൂണിറ്റി ഹാള്. ബസ് സ്റ്റാൻഡ് കം ഞങ്ങൾ മാർക്കറ്റാണ് ഞങ്ങളുടെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. നല്ല തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ചെറുപ്പിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തി അവിടെ നിന്ന് പുറകിലേക്ക് പോകുന്നു. വാടാനപ്പള്ളി ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഞങ്ങളുടെ അജണ്ട. പൂർണ്ണമായും അത് ഞങ്ങൾ ചെറുപ്പിൽ നടപ്പിലാക്കും. ചെറുപ്പ് അതുപോലെ വളർന്നൊരു പട്ടണമാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് കം മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കാര്യത്തിൽ, പിന്നെ ഞങ്ങൾ ടൂറിസം മേഖല, ഇല്ലിക്ക ഡാം മനോഹരമായ പ്രദേശമാണ് നമ്മുടെ. ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ട് ജേണിക്കൊക്കെ ഉതകുന്ന ഒരു നല്ല പ്രദേശം, ഏറ്റവും നല്ല വെള്ളം, ആഴത്തിലുള്ള വെള്ളം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ജല ടൂറിസം കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിയും. ഇപ്പോൾ ചാഴൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയല്ലോ, അതുപോലെ നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ കുറേ ആളുകൾക്ക് ജോലിയായി, അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സൗകര്യമായി. അപ്പോൾ ടൂറിസം മേഖല, ആരോഗ്യ മേഖല നിങ്ങൾ ഈ പറഞ്ഞു പരമാവധി താലൂക്ക് ആശുപത്രിയുടെ തുല്യ പരിഗണനയുള്ള, ഞങ്ങൾക്ക് അതേ പറയാൻ കഴിയുക, തുല്യ പരിഗണനയുള്ള ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്യാനും പ്രസവം കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ആശുപത്രിയാക്കി ചേർപ്പ് പഞ്ചായത്തിൻ്റെ കീഴെ ഇത് ഇരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയാണെങ്കിലും ചേർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയെ ഏറ്റവും നല്ല താലൂക്കിൻ്റെ പദവിയുള്ള ആശുപത്രിയുടെ ഗണത്തിൽപ്പെടുത്തി നമുക്ക് ഉയർത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം.
NDA സംബന്ധിച്ച് BJP സംബന്ധിച്ച് നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 23 പ്രൊജക്റ്റുകളാണ്. ഉപപ്രൊജക്റ്റുകളായിട്ടും ഇവിടെ ചേർപ്പിൽ ജനങ്ങളോട് വരദ എന്ന് പറയുന്ന ഒരു ബഞ്ചാണത്. ചേർപ്പിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ബഞ്ച്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ചേർപ്പിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്നുള്ള നിലയിൽ കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ വരെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ മാർക്കറ്റ് നവീകരിക്കുന്നത്, 4-5 കോടി രൂപ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. അതുകൂടാതെ നമ്മൾ മുന്നിലോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് 5 വർഷം കൊണ്ട് ഈ 7 പഞ്ചായത്തിലെ 7 വാർഡുകൾ അനുഭവിക്കുന്ന മഴവെള്ള പ്രശ്നം അല്ലെങ്കിൽ വെള്ളം പൊങ്ങുന്ന പ്രശ്നം അത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ വേണ്ട പദ്ധതികൾ നമ്മൾ ബ്ലൂ പ്രിന്റ് റെഡിയാണ്. അംബേദ്കർ കോളനി എന്ന് പറയുന്ന പൊട്ടുച്ചിറയിൽ നിന്നാണ് പ്രധാനമായിട്ടും, ആ പൊട്ടുച്ചിറ ബണ്ടിലിൻ്റെ മുകളിൽ നിന്നാണ് ഈ എട്ടുമന പ്രദേശത്തേക്ക് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഒരു ചെറിയ ചീപ്പാണ്, ഏകദേശം 300 മീറ്റർ വരുന്ന ആ ഭാഗത്ത് കൃത്യമായിട്ട് പുഴ ഇങ്ങനെ തിരിഞ്ഞ് തെക്കോട്ട് തിരിയുന്ന ഒരു പോയിന്റാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും. അവിടെ കൃത്യമായിട്ടൊരു സംരക്ഷണ ഭിത്തി, ഉയർന്ന തലത്തിൽ സംരക്ഷണ ഭിത്തിയും ആ റോഡും ഉയർത്തിയാൽ ഈ എട്ടുമന പ്രദേശത്തേക്ക്, ആ പടവിലേക്ക് വെള്ളം വരുന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹെർബർട്ട് കനാലിനോട് ചേർന്നിട്ട് നമ്മൾ ഈ കമാൻഡോ മുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു പോയിന്റ് എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാര്യം ജൂലൈ 23-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സുരേഷ് ഗോപി അവിടെ വരികയും മറ്റേ കോൺഗ്രസിൻ്റെ ഇപ്പോൾ 12ാം വാർഡിൽ മത്സരിക്കുന്ന സിദ്ധേട്ടനൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ അത് സൂചിപ്പിച്ച സമയത്ത് അവിടെ ഒരു പെർമനൻ്റ് സ്ട്രക്ചർ, ഒരു ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അവിടെ കൂടിയ എല്ലാ നാട്ടുകാരും ഒറ്റ വാക്കിൽ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതാണ്. അന്ന് അദ്ദേഹം, ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊരു വെള്ളിയാഴ്ചയാണെന്നാണ്, വ്യാഴമോ വെള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ പ്രൊജക്റ്റ് തയ്യാറാക്കി തന്നോളൂ, ഒരു 10-30 ലക്ഷം അല്ലേ വേണ്ടി വരുള്ളൂ എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് 46 ലക്ഷം രൂപയുടെ എസ്റ്റിമേഷൻ വരും എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിങ്കളാഴ്ചയ്ക്ക് എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നോളൂ, 50 ലക്ഷം രൂപ ഞാൻ പാസ്സാക്കാം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ജൂലൈക്ക് ഇപ്പുറം 6-7 മാസം കഴിഞ്ഞ് പഞ്ചായത്ത്, ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം, 18ാം വാർഡിലും 17ാം വാർഡിലും 19ാം വാർഡിലും ഒക്കെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും അതിനൊരു സ്റ്റെപ്പ് വയ്ക്കാൻ, ഒരു കടലാസ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണസമിതിയുടെ പേരിലോ കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ നെഗ്ലിജൻസ് ആണ് ഇവിടെ ജനത്തിനോട് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമം. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ഈ പറയുന്ന പ്രളയക്കെടുതിക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ചേർപ്പ് മേഖലയിലെ സമസ്ത മേഖലയിലും ലഹരിയുടെ വ്യാപനം അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോയിട്ട് ഇനി കാര്യമില്ല. കാരണം വരും തലമുറ പൂർണ്ണമായിട്ടും ഒരു അരാഷ്ട്രീയവാദത്തിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ചേർപ്പിനെ ലഹരിയിൽ നിന്ന് വേലി കെട്ടി സംരക്ഷിക്കുമെന്നൊരു ഉറപ്പ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. വളരെ നൂതനമായിട്ട് മറ്റൊരു ആശയമാണ് ഗഡി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആശയം. ഒരു പക്ഷേ ആ ഒരു വാക്ക് തന്നെ ഒരു പുതുമയാണ്. ഇവിടുത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, AI, അഫിലിയേഷൻ മാർക്കറ്റിംഗ്, ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം നമ്മളുടെ വരുമാന സ്രോതസ് കൂടിയാണ്. നമ്മളെല്ലാ കാലത്തും കാർഷിക വൃത്തിയും അല്ലെങ്കിൽ അത് വേണ്ട എന്നല്ല കേട്ടോ പറയണേ, അത്തരത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ Media4 പോലെയുള്ള ചാനൽ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ പ്രാദേശിക വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. അതുപോലെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, കുക്കറി ഷോ നടത്തുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇടയിൽ ആറാട്ടുപുഴയിലും അതുപോലെ തന്നെ പെരിഞ്ചേരിയിലുമൊക്കെ ഉള്ള ആളുകൾ മാസം 3-4 ലക്ഷം രൂപ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പേ ഔട്ട് മേടിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ കഴിവുകളുള്ള ആൾക്കാരെ അവരെ കണ്ടെത്തി അവരുടെ ഈ തരത്തിലുള്ള ടെക്നിക്കൽ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള AI പ്രോംപ്റ്റ് ചെയ്യാം, എങ്ങനെ അഫിലിയേഷൻ മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിലെയും വരുമാന മാർഗമാക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്റർ, ഗഡി ക്ലബ്ബ് എന്നാണ് ആശയത്തിൻ്റെ പേര്. മറ്റൊന്ന് ലോഹിതേട്ടൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ പുള്ളിലൊക്കെ എപ്പോഴും പോകാറുണ്ട്. വളരെ തിരക്കാണ് ശനി ഞായറും. ഇതിനേക്കാൾ മനോഹരമായ പ്രദേശമാണ് എട്ടുമന.
എട്ടുമനയിലൊക്കെ LDC ബണ്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ തോട്, അതുപോലെ തന്നെ കരുവന്നൂർ പുഴ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ലിഷർ അവർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വില്ലേജ് ടൂറിസ്റ്റ് കേന്ദ്രം അത് നമ്മൾ ചേർപ്പിൽ യാഥാർത്ഥ്യമാക്കും. അതിനോടനുബന്ധിച്ച് ചേർപ്പിൽ ഏകദേശം 600-ലധികം ഭവനങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ ഒരു സർവേ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പദ്ധതി, പദ്ധതി, പഞ്ചായത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ അവതരിപ്പിക്കും. ഇനി അതുകൂടാതെ തെരുവ് നായ ശല്യത്തിന് അതുപോലെ വരുമാനമുള്ള വീട്ടമ്മയെ സൃഷ്ടിക്കുക എന്നുള്ള പദ്ധതിയുണ്ട്. പട്ടികജാതി ഹെൽപ്പ് ഡെസ്ക്, പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവൈലബിൾ ആക്കുന്ന വ്യാപാരി വ്യവസായി സൗഹൃദ പഞ്ചായത്ത്. എനിക്ക് ഈ ഭരണസമിതിയോടുള്ള വലിയൊരു എതിർപ്പ് ആ ഒരു പോയിന്റിലൊക്കെയാണ്. ലോഹിതാഷ് ചേട്ടാ, നമുക്കെല്ലാവർക്കും അറിയാം, ഏപ്രിൽ മാസത്തിൽ നമുക്ക് ലൈസൻസ് വേണം പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് ലൈസൻസ് എന്ന് പറയുന്നത് പഞ്ചായത്തുമായിട്ട് വിഷയപ്പെട്ട ബന്ധങ്ങളും അല്ലെങ്കിൽ ആ വിഷയം മാത്രം കൈകാര്യം ചെയ്യാനല്ല. GSTക്ക് വേണ്ടി വരും, ലോൺ പുതുക്കാൻ വേണ്ടി വരും, ഹെൽത്തിലേക്ക് കൊടുക്കേണ്ടി വരും. ഫെബ്രുവരി മാസം 28-ാം തീയതിക്കുള്ളിൽ അടയ്ക്കുന്ന ലൈസൻസ് ഫീ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത് പലപ്പോഴും ഡിസംബറിലൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ വ്യാപാരികൾക്ക് വളരെ ദുരിതം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ സാധൂകരിച്ചുകൊണ്ട് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ വ്യാപാരികൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൾച്ചറലി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ചേർപ്പ്. പത്മശ്രീ കുട്ടന്മാരടക്കമുള്ള ആളുകൾ, മേളകല പിറന്നു വീണ നാടാണ്, ശില്പകലയുടെ നാടാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി, ആ കലയെയും സംസ്കാരത്തെയും നിലനിർത്താൻ വേണ്ടി ഹെറിറ്റേജ് ടൂറിസ്റ്റ് കേന്ദ്രം, അതുപോലെ സ്പോർട്സ് ഹബ്ബ്. ചേർപ്പ് എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും കബഡിയുടെയൊക്കെ ഒരു രാജാക്കന്മാരുടെ സെൻ്ററായിരുന്നു. സുന്ദരനും സിന്ധുലാലും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് സെവൻസിലും ഇത്തരം ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലും പേടി സ്വപ്നങ്ങളായിരുന്നു. ആ സംസ്കാരം ചേർപ്പിൽ നിന്ന് പോയി. കളി സംസ്കാരം ഇല്ല ചേർപ്പിൽ. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി, കൂട്ടുകാരി ക്ലിനിക്കുകൾ, കുമ്മാട്ടി തുടങ്ങിയിട്ടുള്ള കൾച്ചറൽ സാധനങ്ങൾക്കുള്ള സഹായം, അങ്ങനെ ഒട്ടനവധി ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഒരു വികസന രേഖയാണ് വരദ ഞങ്ങൾ മുന്നിലോട്ട് വയ്ക്കുന്നത്. മൂന്ന് പാർട്ടികളുടെയും മൂന്ന് രാഷ്ട്രീയമായ അവരുടെ ലക്ഷ്യങ്ങൾ, അതായത് ജയിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഈ സമൂഹത്തിന് നൽകുന്ന കാഴ്ചപ്പാടിന് ആ വീക്ഷണം വളരെ മനോഹരമായിരിക്കുന്നു. മൂന്ന് പേരും പ്രഥമ പരിഗണന ഒക്കെ നൽകുന്നത് ഈ മാർക്കറ്റും ഈ പറയുന്ന നമ്മുടെ മണ്ഡപവും ഒക്കെ ആണെങ്കിൽ തന്നെയും സമസ്ത മേഖലയിലേക്കും നിങ്ങളുടെ വീക്ഷണം നല്ല അഭിനന്ദനാർഹം തന്നെയാണ്. ഞാൻ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് UDFൻ്റെ പ്രതിനിധിയിലേക്ക് കടന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് എത്ര സീറ്റുകളിലേക്ക് മുന്നോട്ട് പോകും? അല്ല, സീറ്റിൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയാനൊന്നും, പക്ഷേ ഒരു കാര്യമുണ്ട്. 2010 17 സീറ്റോളം UDF നേടി അധികാരത്തിൽ വന്ന ഒരു ചരിത്രം UDFനുണ്ട്. അതിന് സമാനമായ രാഷ്ട്രീയ സ്ഥിതി പ്രാദേശികമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളൊക്കെ UDF സംവിധാനത്തിൽ സാധാരണ, പക്ഷെ അതൊക്കെ വളരെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ UDFന് സാധിച്ചിട്ടുണ്ട്. പിന്നെ 1-2 വാർഡുകളിലൊക്കെ റിബൽ ശല്യമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുവെങ്കിലും UDF സ്ഥാനാർത്ഥികൾ അതൊക്കെ മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2010 സമാനമായ ഒരു റിസൾട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 2025 അപ്പോൾ മികച്ച മിന്നുന്ന വിജയം തീർച്ചയായിട്ടും. അതിൽ പ്രത്യേകിച്ച് BJPയുടെ മുന്നേറ്റം കാലം അല്ലെ, അടുത്തിടയ്ക്ക് തുടർച്ചയായി ഹാട്രിക് എന്ന് പറയാം, ഹാട്രിക്കിലേക്ക് എത്തും. അതാണ് കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരും. അത് വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരുന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നു? ഒരു തർക്കമില്ലാതെ ഏറ്റവും മുൻപ് തന്നെ മുന്നണി ചർച്ച പൂർണ്ണമാക്കി സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ആ ഐക്യം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ഈ തവണ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടവും അതുപോലെ തന്നെ 10 വർഷക്കാലം അടുപ്പിച്ച് കോൺഗ്രസിൻ്റെ ഭരണത്തിലുണ്ടായ കോട്ടങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷം ഈ പഞ്ചായത്തിൽ ഈ തവണ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എത്ര സീറ്റ് കിട്ടുമല്ലോ? ഞങ്ങൾ കണക്കുകൾ കൂട്ടുന്ന ആളാണ്. അതെ, കൃത്യമായ കണക്കുകൾ പഠിച്ചിട്ട് ആണ് നിൽക്കുന്നത്. ഞങ്ങൾ 12 to 14 സീറ്റിലേക്ക് ഞങ്ങൾ ഈ തവണ വരും.
കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? ഞാൻ അത്ര ഓർക്കുന്നുണ്ടോ? പറഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷം ഭൂരിപക്ഷം മുമ്പ് പറഞ്ഞു. ഇതുപോലെ അല്ലേ പ്രസാദ അല്ലേ ഹരിയേട്ടാ ഇതുപോലെ ഒരു അക്കൊക്കെ പറഞ്ഞു. ഹയർ ലെവലിലാണല്ലോ പറയാ. എങ്കിലും ഏകദേശം 21 സീറ്റിൽ മത്സരിക്കുമ്പോൾ കേവലം 11 സീറ്റിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു പറഞ്ഞിട്ടുള്ള ആളാ ഞാൻ. ഇല്ല എന്ന് പറയുന്നില്ല. ഭൂരിപക്ഷമാണല്ലോ. ഈ പ്രാവശ്യം ഇപ്രാവശ്യം ഞങ്ങൾ പറയുന്നു 12 to 14 ഞങ്ങൾ എത്തും. നിർണായക ഘടകമായി തീരും. ഒരു സംശയമില്ല. ഈ പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങളുടെ കയ്യിലായിരിക്കും. ശരി, 3 നിൽക്കുന്നത് അല്ലേ? 5 നിൽക്കുന്നത്. ഇനി എത്രയിലേക്ക്? ചേർപ്പിനെ സംബന്ധിച്ച് വളർച്ചയുള്ള ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് നിങ്ങൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഞങ്ങൾ 3 2015 വരെ ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 2015 3 2015 നിന്ന് അത് 5 ഉയർന്നു. 6 സ്ഥലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. അതിൽ 2 സ്ഥലങ്ങൾ തോറ്റത് വളരെ ചെറിയ മാർജിനിലാണ്. 4 വോട്ടിന് തോറ്റ സ്ഥലമുണ്ട്, 12 വോട്ടിന് തോറ്റ സ്ഥലമുണ്ട്, 20 വോട്ടിന് തോറ്റ സ്ഥലമുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഇലക്ഷന് ഏറ്റവും അധികം വോട്ട് നേടിയ പഞ്ചായത്ത്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്ത് അത് ചേർപ്പ് പഞ്ചായത്താണ്. അപ്പോൾ ഈ ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഒരു ഘടനയിൽ വലിയ മാറ്റം, രാഷ്ട്രീയപരമായിട്ട് വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരുന്ന പാർട്ടി ഏതായത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കൃത്യമായിട്ട് വോട്ട് ഷെയർ പടിയായിട്ട് കയറി വരുന്ന പഞ്ചായത്താണ്. താമര വിരിയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ധാരാളം വിരിയും എന്നുള്ള പഞ്ചായത്തിന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായിട്ട് അനാലിസിസ് നടത്തി ഞങ്ങൾ 16 സീറ്റിലാണ് ഞങ്ങൾ മുഖാമുഖം ഈ 2 മുന്നണിയോട് കൂടിയിട്ട് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കുന്നതിനുപരി BJP ഒരു സൈഡിലും മറ്റ് സൈഡിൽ ഐദർ UDF ഓർ LDF എന്നുള്ള തലത്തിലേക്ക് 16 സീറ്റുകളുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിൽ തീർച്ചയായിട്ടും 12 മുതൽ 14 സീറ്റ് വരെ താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഘടകകക്ഷി മത്സരിക്കുന്ന വാർഡടക്കം. അവിടെ താമരയല്ല, കുടമാണ്. എന്നിരുന്നാലും അത് ആ എണ്ണം കൂടെ കൂട്ടിയിട്ട് 12 മുതൽ 14 സീറ്റ് നേടിക്കൊണ്ട് ക്ലിയർ മെജോറിറ്റി, തീർച്ചയായിട്ടും BDSന്റെ ഒരു സീറ്റ് ഉണ്ട്. അത്തരത്തിൽ ക്ലിയർ കട്ടായിട്ട് ഒരു മുന്നണി സംവിധാനത്തിൽ NDA 12 മുതൽ 14 സീറ്റ് വരെ വിജയിച്ച് കയറിക്കൊണ്ട് ചേർപ്പിന്റെ ഭരണം ആദ്യമായിട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് 2025 ചേർപ്പിലെ ജനം ഏൽപ്പിക്കും എന്നുള്ള തീർച്ചയായിട്ടും പൂർണ്ണ വിശ്വാസം. 3 മുന്നണികളും ശുഭാപ്തി വിശ്വാസത്തിലാണ്, ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളില്ല. തിരക്ക് പിടിച്ച ഓട്ടമാണ്. സ്ഥാനാർത്ഥികൾ അവസാനവട്ട ഒരുക്കത്തിലാണ്. മുന്നണികൾ എല്ലാവരും തന്നെ കൂട്ടിയും കുറച്ചും എല്ലാം നിൽക്കുമ്പോൾ മീഡിയ 4 ഇത്തരമൊരു തദ്ദേശ പോരിലേക്ക് കടന്നു വന്ന 3 പേരോടും 3 രാഷ്ട്രീയ പ്രതിനിധികളോടും ഉള്ള വലിയ സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും മീഡിയ 4 സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ ജനപക്ഷത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ബിജുവേട്ടനാണെങ്കിലും ലോഹിയേട്ടനാണെങ്കിലും ഹരിയേട്ടനൊക്കെ ആണെങ്കിലും ഞങ്ങൾ സൗഹൃദങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ജനപക്ഷത്ത് നിന്നുള്ള മാധ്യമപ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ ഇനിയും തുടർന്ന് പോകുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത്തരം ഒരു ചർച്ചയിൽ വന്ന് ചേർന്നതിന്. ഇത്തരം ഒരു ചർച്ചയെക്കുറിച്ച് മീഡിയ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒത്തിരി സന്തോഷം ഈ ഒരു ചർച്ചയിൽ വന്നതിനെ കുറിച്ച്. ഒരു വാക്ക്, ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും ഞാനിത് 3ാമത്തെ ഫ്ലോറാ. എനിക്ക് തോന്നുന്നത് അത്തരം അവസരം കിട്ടിയിട്ടുള്ള വേറെ ആരുമില്ല. 2 വട്ടം സ്ഥിരം ഈ സീറ്റ് എനിക്കാ. അപ്പോ ഇലക്ഷന്റെ സമയം തന്നെയല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സന്നദ്ധ സഹചാരി എല്ലാവരും സഹചാരിയാണെങ്കിലും കുറച്ചുകൂടി ഹരിയേട്ടനോട് ചോദിക്കാറുണ്ട്. ചെറുപ്പക്കാരാണല്ലോ, അതൊരു കുശുമുണ്ട് കേട്ടോ. പക്ഷെ തലയും മീശയൊക്കെ നോക്കി കഴിഞ്ഞാലും ചെറുപ്പം. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ലോക്കൽ ചാനല് ഇത്രയും അധികം വികസിച്ച ഒരു ലോക്കൽ ചാനൽ എനിക്ക് തോന്നുന്നത് മീഡിയ 4-നെ പോലെ മറ്റൊന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളുടെ നാട്ടിലെ എല്ലാ കൾച്ചറൽ ഇവന്റും, അതിൽ നിങ്ങൾ മറ്റേ സാമ്പത്തിക ലാഭം നോക്കാതെ ഇവിടെ നടക്കുന്ന പെരുന്നാളായാലും ഇവിടെ നടക്കുന്ന പൂയമായാലും ഉത്സവങ്ങളായാലും, ആറാട്ടുപുഴ പൂരം, ചേർപ്പുപള്ളി പെരുന്നാൾ, ചൊവ്വൂര് പള്ളി പെരുന്നാൾ, ഇനി നമ്മൾ ചേർപ്പിൽ സംഘടിപ്പിക്കുന്ന മറ്റേ രാഷ്ട്രീയ പരിപാടികൾ തുടങ്ങി ഈ ചേർപ്പിന്റെ സമസ്ത മേഖലയിലും ഒരു വിളിപ്പുറത്തുള്ള ചാനലാണ് മീഡിയ 4. അതുകൊണ്ട് തന്നെ മീഡിയ 4 എല്ലാ കാലത്തും അല്ലെങ്കിൽ ഓവർ ദി ഇയേഴ്സ്
ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുള്ള ഒരു ചാനലാണ്. നിങ്ങളുടെ കൂടെ ആരംഭിച്ച പല ചാനലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രവർത്തനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയപ്പോഴും പടിപടിയായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഫൈസലൊക്കെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും അല്ലെങ്കിൽ ഔട്ട് സ്റ്റേഷനിലുള്ള കാര്യങ്ങളൊക്കെ ലൈവ് കാണിക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ മീഡിയ ഫോർ ഉയർന്നു. അത് ഒരു ചേർപ്പില നിവാസി എന്നുള്ള നിലയ്ക്ക് അത് എൻ്റെ കൂടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായിട്ടും നിഷ്പക്ഷ വാർത്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യതയാണ്. അതിൽ നിങ്ങൾ ചേർപ്പിനെ സംബന്ധിച്ച് ഒന്നാമതാണ്. എന്ത് താല്പര്യങ്ങളേക്കാൾ വലുത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ജാഗ്രത. വാർത്താ രംഗത്ത് വലിയൊരു മികവാണ് നിങ്ങൾ കാണിക്കുന്നത്. നാളെയും നിങ്ങൾ ആ മികവ് തുടരണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സന്തോഷം. വിജയേട്ടാ, ആദ്യമായിട്ടാണ് മീഡിയ ഫോറിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നതെങ്കിലും മീഡിയ ഫോർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും കാണുന്ന ഒരു വ്യക്തിയാണ്. ഫൈസലായിട്ട് വളരെ കാലമായിട്ട് പരിചയം എനിക്കുണ്ട്. എന്ന് മാത്രമല്ല മൊബൈലിലും അവൈലബിൾ ആണ്. മൊബൈലിലും നിങ്ങൾ അയക്കുന്നതൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. നാഷണൽ ചാനലുകളുണ്ട്, സംസ്ഥാന ചാനൽ. പക്ഷേ ഈ പ്രാദേശിക ചാനലുകളുടെ പ്രാധാന്യം ഏറി വരുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഒരു സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ചർച്ച ചെയ്യേണ്ടാത്തതും എന്നാൽ അത്യാവശ്യം ധാരാളം പ്രശ്നം അതൊക്കെ ഒരു കണ്ണാടിയെ പോലെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല. കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ആളുകൾക്ക് അത് എത്തിക്കുകയും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു മീഡിയയുടെ ഏറ്റവും വലിയ ധർമ്മം. അത് നിർവഹിക്കുന്നതിൽ മീഡിയ ഫോർ വളരെ വിജയമാണ്. അതുകൊണ്ട് തന്നെ വേദിയിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മീഡിയ ഫോർ എല്ലാ ആദരവും ഈ തരുണത്തിൽ ഞാൻ 3 പേർക്കും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച മീഡിയ ഫോർ നന്ദി പറയുകയാണ്. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിൽ ഒരുപക്ഷെ വൈകാരികമായി ചില സമയത്തൊക്കെ പ്രതികരിച്ചുവെന്നും വരും. പക്ഷെ അതെല്ലാം ഒരു രാഷ്ട്രീയത്തിന് അപ്പുറം ജനകീയമായ പുരോഗതിക്കും വികസനത്തിനുമുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ താഴ്ത്തിക്കെട്ടുവാനോ ഉയർത്തിപ്പിടിക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. ജനനന്മയ്ക്കായി എന്നും നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ഒരു കണ്ണായിട്ട് എന്നും മീഡിയ ഫോർ ഉണ്ട്. അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു പഞ്ചായത്തുമായി തദ്ദേശ പോര് ആരംഭിക്കും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.